السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا وحبيبنا محمد وعلى آله وأصحابه واتباعه أجمعين ومن اهتدى بهديه إلى يوم الدين. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. بارك الله لي ولكم بالقرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم. വിശിഷ്ടാതിഥികളെ, ദാറുന്നൂർ ഇസ്ലാമിക് അക്കാഡമി പടുത്തുയർത്താൻ അത്യുത്ഥാനം ചെയ്ത അതിൻ്റെ UAE കൾച്ചറൽ സെന്റർ ഭാരവാഹികളെ, നാട്ടിൽ നിന്നും UAEയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ആനുവൽ സമ്മിറ്റ് വിജയിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ദീർഘമായ ഒരു പ്രഭാഷണത്തിന് സമയം ഇല്ല എന്നെനിക്ക് തോന്നുന്നു. സമയം 11 മണി കഴിഞ്ഞു. വളരെ ചുരുങ്ങിയ സമയത്ത് ഒരു പരിചയപ്പെടാനുള്ള സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇൻഷാ അല്ലാഹ്. കർണാടകയിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് ആക്കം കൂട്ടാൻ ദാറുന്നൂർ ഇസ്ലാമിക് അക്കാഡമി മഹാനായ മർഹൂം CM ഉസ്താദിന്റെ ആ ഒരു ഫൗണ്ടേഷന്റെ കീഴിൽ മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവറുകൾ അതിന്റെ തറക്കല്ലിടൽ കർമ്മം 2013 ചെയ്ത് വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് ഗമിക്കുകയാണ്. ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിന്റെ സിലബസ് അംഗീകരിച്ചുകൊണ്ടുള്ള ദഅവ കോളേജും മറ്റു വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സംഗമിക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് ദാറുന്നൂർ ഇസ്ലാമിക് അക്കാഡമി. ഇൻഷാ അല്ലാഹ് ഈ പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ എന്നാദ്യമായി ദുആ ചെയ്യുന്നു. അതിന്റെ സഹകാരികളായി നമുക്കൊക്കെ പ്രവർത്തിക്കാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ആമീൻ. ഈ സന്ദേശം ഒരുപിടി വ്യവസായ പ്രമുഖരും വിശിഷ്ട വ്യക്തിത്വങ്ങളും ഒക്കെ ഇവിടെ അണിനിരന്ന് അവരിലേക്കൊക്കെ ഇത് എത്തിച്ചു കൊടുത്ത് അവരൊക്കെ ഇത് ധരിപ്പിക്കാൻ സാധിച്ചത് ഇൻഷാ അല്ലാഹ് ഇതിന്റെ വഴിയിൽ ആ യാത്ര സുഗമമാവാൻ സഹായകമാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മള് മലയാളത്തിൽ പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? ഉറുദുവിലോ? മലയാളം അറിയാത്തവരുണ്ടെങ്കിൽ പച്ച മലയാളം പറഞ്ഞാൽ മതി. ഓക്കെ. ഈ അറിയാത്തവർക്ക് പോയി മലയാളത്തിൽ ചോദിച്ചാൽ മനസ്സിലാവില്ലല്ലോ എന്താ ചോദിച്ചത്. നിങ്ങളുടെ മുഖത്തെ ചില ലക്ഷണങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നു. നിങ്ങൾക്കൊക്കെ മലയാളം മനസ്സിലാവുമെന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങുകയാണ് ഇൻഷാ അല്ലാഹ്. സമയക്കുറവുണ്ട് എന്നാദ്യമായിട്ട്
എനിക്ക് തോന്നുന്നു ഞാനൊരു 2 മണിക്കൂർ സമയമൊക്കെ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അത് നമുക്ക് എന്തില്ല, സമയം ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചില അധ്യാപനങ്ങൾ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനാണ് ഒരു ചെറിയ ചർച്ച ഇവിടെ തുടങ്ങുന്നത്. നബി തങ്ങൾ പറഞ്ഞു, 2 ആളുകൾ പ്രതിഫലത്തിൽ സമന്മാരാണ്, 2 ആളുകൾ ശിക്ഷയിലും സമന്മാരാണ്. ഒന്ന് റജുലുൻ ആതാഹുല്ലാഹു ഇൽമൻ വമാലൻ, ഒന്ന് അല്ലാഹു തആല ഒരാൾക്ക് അറിവ് നൽകി, അതോടൊപ്പം തന്നെ സമ്പത്തും നൽകി. ആ അറിഞ്ഞ ഇൽമനുസരിച്ച് അയാൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും യുഅല്ലിമു, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നെ അയാളുടെ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെലവഴിക്കുകയും ചെയ്തു. വേറെ ഒരാൾ അള്ളാഹു സമ്പത്തും കൊടുത്തില്ല, ഇൽമും കൊടുത്തില്ല. പക്ഷെ അയാൾ പറഞ്ഞു, പടച്ചവനെ, എനിക്ക് ഇൽമുണ്ടാവുകയാണെങ്കിൽ, എനിക്ക് അറിവ് ലഭിച്ചിരുന്നെങ്കിൽ, എനിക്ക് സമ്പത്ത് ലഭിച്ചിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ചെയ്യുന്ന പോലെ ഞാനും ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്കില്ലാതെ പോയല്ലോ. ഫഹുമാ ഫിൽ അജ്രി സവാ, ഇവർ 2 പേരും പ്രതിഫലത്തിൽ ഒരുപോലെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫിലൊക്കെ വരുമ്പോൾ ആളുകൾ പറയും, പടച്ചോനെ, എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ, എനിക്ക് ദർസിലൊക്കെ ചേർത്തിരുന്നു, അന്ന് പിന്നെ എന്തോ വൃത്തക്കേടുകൾ ചെയ്യാൻ പോകുന്നു, പൂർത്തിയാക്കാൻ പറ്റിയില്ലല്ലോ. ചില പറയാം, അൽഫും അത്തുരുമിയൊക്കെ ഞാൻ ഓതിയിട്ടുണ്ട്, പക്ഷെ ഒരു കോളേജിലെത്താൻ പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ വലിയ സങ്കടം പറയും. ശരിക്കും അവർക്ക് ആ പഠിച്ച ഒരവസ്ഥയിൽ ലഭിക്കുന്ന പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നാണ്. പിന്നെ അള്ളാഹു ഖളാക്കിയതല്ലേ ഉണ്ടാവുള്ളൂ. ചിലർ വിചാരിക്കും, ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് എന്റെ സ്പോൺസർ ലെറ്റർ തരുന്നില്ല, അല്ലെങ്കിൽ എന്നെ വിടുന്നില്ല. ഒരു ലൈസൻസ് കിട്ടിയിരുന്നെങ്കിലേക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്യാമായിരുന്നല്ലോ. ലൈസൻസ് കിട്ടിയാ പണിയില്ലാത്തൊരു എത്ര പേരുണ്ട്. ലൈസൻസൊക്കെ കയ്യിലുണ്ട്, ഹെവി ലൈസൻസ് ഉണ്ട്, ലൈറ്റ് വെഹിക്കിൾ ഉണ്ട്, പണിയില്ല. ഇതൊന്നുമില്ലാതെ വിലസി നടക്കുന്നവർ എത്ര ഉണ്ട്. റിസ്ക്കിന്റെ വിഷയം അത്രയേ ഉള്ളൂ. അത് മനുഷ്യന്മാരുടെ കയ്യിലോ നമ്മുടെ കാപ്പബിലിറ്റി, നമ്മുടെ എബിലിറ്റിക്ക് അനുസരിച്ചാണെങ്കിൽ അള്ളാഹുവിന്റെ ഖളായിൽ മനുഷ്യന്മാർക്ക് വിശ്വാസമില്ലാതെ പോയതാണ്. കാരണം ഇതൊന്നും ഉണ്ടായിട്ടും കിട്ടാത്തവരും കിട്ടുന്നവരും ഒക്കെ പല രീതിയിലാണ്. അപ്പൊ ഫഹുമാ ഫിൽ അജ്രി സവാ. ഇത് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എന്റെ സൗണ്ട് തന്നെയാണോ? ഫഹുമാ ഫിൽ അജ്രി സവാ. നാട്ടിലൊക്കെ ഭയങ്കര മൈക്കാണ്. അങ്ങനത്തെ മൈക്കൊന്നും ഗൾഫിലൊന്നും കിട്ടൂല. അപ്പോ അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്ക് ദാറുൻ നൂർ പോലെയുള്ള സ്ഥാപനങ്ങളിൽ, ദാറുൽ ഹുദ, നമ്മുടെ ഒരുപാട് ദീനി സ്ഥാപനങ്ങൾ വേറെയും ഒക്കെ ഉണ്ട്. അപ്പൊ പഠിക്കണമെന്ന ആഗ്രഹം ഉണ്ടായി, പഠിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ തോന്നുന്നുണ്ട് എനിക്ക് പഠിക്കാമായിരുന്നു. ആ ഒരു നിയ്യത്തിന് വരെ എന്ത് കിട്ടും? പഠിച്ചവർക്ക് കിട്ടുന്ന കൂലി കിട്ടുമെന്നാണ്. ഇതിൽ പ്രയാസമുണ്ടോ? ഇല്ല. ഇനി വേറെ ഒരാൾ, റജുലുൻ ആതാഹുല്ലാഹു മാലൻ വലം യുഅ്തിഹി ഇൽമൻ, ഒരാൾക്ക് അല്ലാഹു കുറെ പൈസ കൊടുത്തു, ഇൽമു കൊടുത്തിട്ടില്ല. ഇൽമു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിന്റെ അഹ്കാമുകൾ മനസ്സിലാക്കാനുള്ള ഇൽമില്ല. അങ്ങനെ ഫഹുവ യഖ്ബത്, ആ മനുഷ്യൻ സമ്പത്ത് ക്രയവിക്രയം ചെയ്യുന്നു, പക്ഷെ അത് ചെലവഴിക്കുന്നതും ഉണ്ടാക്കുന്നതും ഒന്നും ശരിയായ മാർഗത്തിലല്ല. അങ്ങനെ ജീവിക്കുന്നു. വിവരമല്ല, സമ്പത്തുണ്ട്, പക്ഷേ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ ഇയാൾ ചെലവഴിക്കുന്നത്? അതുമല്ല. ചിലർ പഠിച്ചിട്ടില്ല, പക്ഷെ അള്ളാഹുവിന്റെ ലോകത്തിൽ ചെലവഴിക്കുന്ന സമ്പന്നന്മാരുണ്ട്. ഇതതുമല്ല. പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത്. ഇഷ്ടംപോലെ പൈസയും കയ്യിലുണ്ട്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, എനിക്ക് കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ചെയ്യുന്ന പോലെ ഞാനും ചെയ്തേനെ എന്ന് പറഞ്ഞാൽ ഫഹുമാ ഫിൽ ഇസ്മി സവാ, ഇവർ 2 പേരും കുറ്റത്തിന്റെ വിഷയത്തിൽ ഒരുപോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 ആളിൽ മാത്രമാണ് അസൂയ പാടുള്ളൂ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2 പേരിലെ അസൂയ പാടുള്ളൂ. അസൂയ എന്ന് മലയാളത്തിൽ പറയണതിന്റെ അറബി വേർഡ് ഗിബ്തത്ത് എന്നാണ്. അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റൂല. ഹസദാണല്ലോ അസൂയ എന്ന് പറഞ്ഞാൽ. ഗിബ്തത്ത്, ഹസദ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം
നീങ്ങിപ്പോവുകയും അത് എനിക്ക് ലഭിക്കുകയും ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് കുറ്റമാണ്. ഞാൻ ആഗ്രഹിക്കാൻ പാടില്ല. പക്ഷെ വേറൊരാൾക്ക് ഉള്ളത് അതുപോലെ എനിക്കും ഉണ്ടാവണം എന്നാഗ്രഹിക്കൽ നല്ലതാണ്. രണ്ട് വിഷയത്തിൽ മാത്രം. ഒന്ന്, ഒരു മനുഷ്യൻ അല്ലാഹു ഇൽമു കൊടുത്തു, ആ ഇൽമ് അയാൾ പഠിക്കുകയും അറിയുകയും ജീവിതത്തിൽ പകർത്തുകയും ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പടച്ചവനെ, എനിക്ക് അയാളെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നത് കൂലിയുള്ള വിഷയമാണ്. വേറൊരാൾക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു, ആ സമ്പത്ത് യുൻഫിഖു മിൻഹു ആനാ അൽ-ലൈലി വഅത്റാഫ അൻ-നഹാർ, രാവും പകലും അല്ലാഹുവിന്റെ വഴിയിൽ വാരിക്കൂരി കൊടുക്കുകയാണ്. പടച്ചവനെ, എനിക്കും അദ്ദേഹത്തെ പോലൊക്കെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ചെയ്യുമായിരുന്നേനെ എന്ന് ഒരാൾക്ക് ആഗ്രഹിക്കാവുന്നതാണ്. അതിന് ഗിബ്തത്ത് എന്ന് പറയും. ഇതല്ലാത്ത വിഷയങ്ങളിലൊക്കെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ വിശാല ഹൃദയത്തോടുകൂടെ സ്വീകരിക്കേണ്ടവരാണ്. അതുകൊണ്ടാണ് വൈകുന്നേരമായാൽ ദുആ ചെയ്യൽ സുന്നത്തുണ്ട്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമത്തിൻ ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദ് വലക ശുക്ർ. ഇല്ല, ഹാളിൻ്റെതാണല്ലേ. രാവിലെയാകുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും അങ്ങനെ ഒരു ദിക്ർ സുന്നത്തുണ്ട്. അല്ലാഹുമ്മ, പടച്ചവനെ, മാ അസ്ബഹ ബി, നേരം വെളുത്ത പിന്നെ അങ്ങനെ പറയാം. 12 മണിയായി കഴിഞ്ഞാൽ നേരം വെളുത്തു എന്ന് പറയാം അല്ലേ. അല്ലാഹുമ്മ മാ അസ്ബഹ ബി, 12 മണി കഴിഞ്ഞ് നേരം വെളുത്തില്ലേ. എത്ര ആൾക്കാരെ ടിക്കറ്റ് മിസ്സാവാറുണ്ട്. നാളെ എന്ന് പറഞ്ഞ് ഇന്നാ വിളിച്ച് എയർപോർട്ടിൽ വന്നിട്ടാണ് റിപ്പോർട്ട്, ആ ഫ്ലൈറ്റ് ഇന്നലെ പോയല്ലോ. പടച്ചവനെ, മിഡ് നൈറ്റ് കഴിഞ്ഞാൽ ഏർലി മോർണിംഗ് നമ്മൾ പറയാം 12 മണിയായി കഴിഞ്ഞാലേ. അപ്പൊ പറയാം, നമ്മൾ ഇവിടുന്ന് വിരിഞ്ഞു കൊണ്ടുപോകുന്ന ദിക്ർ ചൊല്ലി പോവാം. അല്ലാഹുമ്മ മാ അംസാ ബി എന്ന് പറയും വൈകുന്നേരമാകുമ്പോ. അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോ അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലകൽ ഹംദു വലക ശുക്ർ. ഇത് ഒരാൾ ചൊല്ലിയാൽ ഫഖദ് അദ്ദാ ശുക്ര യൗമി, ആ പകലിൽ അല്ലാഹുവിന് ചെയ്യാൻ പറ്റുന്ന ശുക്ർ മാക്സിമം ഇയാൾ ചെയ്തു കഴിഞ്ഞു എന്നാണ്. രാത്രി ഒരാൾ ചൊല്ലി വൈകുന്നേരം മഗ്രിബിന്റെ ശേഷം ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് ഫഖദ് അദ്ദാ ശുക്ര ലൈലതിഹി, ആ രാത്രിയിൽ അല്ലാഹുവിന് ചെയ്യാൻ അയാൾ ചെയ്തു കഴിഞ്ഞു. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അല്ലാഹുമ്മ, പടച്ചവനെ, മാ അസ്ബഹ ബി മിൻ നിഅമത്തിൻ, ഈ പ്രഭാതത്തിൽ, ഈ രാവിലെ നേരം ഏതെല്ലാം അനുഗ്രഹങ്ങൾ നീ എനിക്ക് തന്നിട്ടുണ്ടോ, ഔ ബി അഹദിൻ മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ഏതെങ്കിലും ഒരാൾക്ക് നീ നൽകിയിട്ടുണ്ടോ, അതൊക്കെ ഫമിൻക വഹ്ദക, അത് നീയായിട്ട് കൊടുത്തതാണ്, വേറെ ആരും കൊടുത്തതല്ല. വഹ്ദക, നീ ഒരുത്തനാണ്. ലാ ശരീക ലക, നിന്റെ കൂടെ പങ്കുകാരില്ല പടച്ചവനെ, നീ ഒരേ ഒരുത്തൻ മാത്രമാണ്. എനിക്ക് കിട്ടിയതും എന്റെ കൂടെയുള്ള മുഴുവൻ ആളുകൾക്കും നീ ഓഹരി വെച്ചു കൊടുത്തത് നീ കൊടുത്തതാണ്, വേറെ ആരും കൊടുത്തതല്ല. നിന്റെ തീരുമാനമാണ്, അതിൽ എനിക്ക് പൊരുത്തമാണ്. ഫലകൽ ഹംദ്, അതുകൊണ്ട് നിനക്കാണ് സ്തുതി പടച്ചവനെ. വലക ശുക്രു, നിനക്കാണ് നന്ദിയും എന്നൊരാൾ പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നേരം പുലരുമ്പോൾ തന്നെ മനസ്സിൽ ആരോടും ഒരു അസൂയയും ഇല്ല എന്നാണ് ഇതിനർത്ഥം. നമ്മൾ ഒരാൾക്ക് വല്ലതുണ്ടാവുമ്പോഴല്ലേ ഒരു അസൂയ തോന്നുക. അത് നീ കൊടുത്തതാണ് പടച്ചവനെ. വൈകുന്നേരം പറഞ്ഞു ഇതേ വാക്ക്, ഫഖദ് അദ്ദാ ശുക്ര ലൈലതിഹി, ആ രാത്രിയിലെ നന്ദി അയാൾ ചെയ്തു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളോട് വന്ന് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, ഒരു വിചിത്രമായ ചോദ്യം. അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, ജനങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ? അമലുകളിൽ എന്താണ് ശ്രേഷ്ഠം? ദിക്റുകളിൽ എന്താണ് ശ്രേഷ്ഠമായത്? നിസ്കാരങ്ങളിൽ ഏതാണ് ശ്രേഷ്ഠത? ജമാഅത്ത് നിസ്കാരത്തിൽ ഏതിനാണ് ശ്രേഷ്ഠത? രാത്രികളിൽ ഏതാ ശ്രേഷ്ഠമായി? ഇങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട്. അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? നമ്മളൊക്കെ ജീവിതത്തിൽ അങ്ങനെ ആവാനാണ് ആഗ്രഹിക്കുക അല്ലെ? ശ്രേഷ്ഠത ഉള്ളവരാവുക അല്ലെ, ശ്രേഷ്ഠനായി ജീവിക്കുക, നല്ല ആളായിട്ട് ജീവിക്കുക, സൽകീർത്തി ഉണ്ടായിരിക്കുക.
ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ആരാണ് നബിയെ അയ്യുന്നാസി അഫ്ദലു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങൾ പറഞ്ഞു, കുല്ലു മഖ്മൂമിൽ ഖൽബി സദൂഖുൽ ലിസാൻ. കുല്ലു മഖ്മൂമിൽ ഖൽബ് സദൂഖുൽ ലിസാൻ. നാവ് സത്യം മാത്രം പറയുന്ന മഖ്മൂമുൽ ഖൽബ് ആയ ആളുകൾ, അവരാണ് ജനങ്ങളിൽ ശ്രേഷ്ഠർ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തു. സൗണ്ട് ഒന്ന് കുറച്ച് കുറക്കാം അല്ലേ? സിലോക്കോ എന്തൊക്കെയോ ഉണ്ട്. മഖ്മൂമുൽ ഖൽബ് സദൂഖുൽ ലിസാൻ. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, നബിയെ സദൂഖുൽ ലിസാൻ നഅരിഫു, സത്യം പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് മനസ്സിലാവും. ആരാ സത്യം? ആ വാക്കിനർത്ഥം സദൂഖുൽ ലിസാൻ, നാവ് കൊണ്ട് എപ്പോഴും സത്യം മാത്രമേ പറയുള്ളൂ അയാൾ. പിന്നെ മഖ്മൂമുൽ ഖൽബ്, അത് ഞങ്ങൾക്ക് കേട്ടുപരിചയമില്ലാത്ത വാക്കാണല്ലോ, എന്താണ് അതിന്റെ അർത്ഥം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അതിന്റെ അർത്ഥം ഹുവ തഖിയ്യുൻ നഖി ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഗില്ല വലാ ഹസദ്. മഖ്മൂമുൽ ഖൽബ് എന്ന വാക്കിന്റെ അർത്ഥം അല്ലദീ ലാ ഇസ്മ ഫീ, ഹൃദയത്തിൽ പാപങ്ങളില്ലാത്തവൻ. ഹൃദയത്തിൽ പാപങ്ങളില്ല. ഹൃദയത്തിന്റെ പാപങ്ങൾ എന്തൊക്കെയാണ്? അസൂയ, കോപം, പകവീട്ടാൻ നോക്കുക, ദേഷ്യം കൊണ്ട് നടക്കുക, അസൂയ കൊണ്ട് നടക്കുക, ആളുകളോട് അഹങ്കാരം തോന്നുക, ഇതൊന്നും ഖൽബിലില്ല. അത്തഖിയ്യുൻ നഖി, ശുദ്ധനാണ്, അള്ളാഹുവിനെ വഴിപ്പെടുന്ന ആളുമാണ്. വല ഗില്ല വല ഹസദ, അസൂയയോ പോരോ വൈരാഗ്യമോ ഒന്നും ആരോടുമില്ലാത്ത ആളാണ് മഖ്മൂമുൽ ഖൽബ് എന്ന വാക്കിന്റെ അർത്ഥം. ഇങ്ങനെ ഒരു ഹൃദയമുള്ള ആളും നാവ് സത്യം മാത്രം പറയുന്നവരും, ഇവര് ഈ സ്വഭാവമുള്ള ആൾ അഫ്ളലുന്നാസ്, ജനങ്ങളിൽ ശ്രേഷ്ഠനാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് വിഷയം നബി തങ്ങൾ ഫോക്കസ് ചെയ്തു. ഒന്ന് നാവ്, മറ്റൊന്ന് ഹൃദയം. നാവ് കൊണ്ട് സത്യമേ പറയുള്ളൂ. കച്ചവടക്കാരും ജോലിക്കാരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. പ്രത്യേകിച്ച് നമ്മളിവിടെയൊക്കെ ഒരു ജോലി ചെയ്യുന്ന സാഹചര്യത്തിലാണുള്ളത്. പലരും കസ്റ്റമറോട് പറയേണ്ടി വരും, മുതലാളിയോട് പറയേണ്ടി വരും, ഏജന്റിനോട് പറയേണ്ടി വരും. ഈ രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ചില ബില്ലുകളൊക്കെ ഓണായിട്ട് കൊടുക്കേണ്ടി വരും. ഇല്ലാത്ത ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. മുതലാളിയോട് ലാഭം എത്ര എന്നുള്ള കുറച്ചാന്ന് പറയേണ്ടി. ഇങ്ങനെ പല വിഷയത്തിലും അറിയാതെ അറിഞ്ഞുമൊക്കെ നുണ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന സ്വഭാവങ്ങൾ ഒക്കെ നമ്മുടെ വലിയ നന്മകൾ എടുത്തു കളയും. മറ്റൊന്ന് മഖ്മൂമുൽ ഖൽബ്, ഹൃദയം ശുദ്ധമാണോ എന്നത് വലിയൊരു വിഷയമാണ്. നമ്മുടെ തസ്കിയത്തിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. ദീനീ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. ഹൃദയം ശുദ്ധമാവുക, നാവ് ശുദ്ധമാവുക. ഇത് രണ്ടും ശരിയായി കഴിഞ്ഞാൽ ബാക്കി മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ശുദ്ധമായിക്കോളും. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിച്ചത്. നബി തങ്ങൾ പറയുന്നു, സ്വഹാബികളുടെ കൂടെ ഇരിക്കുമ്പോൾ, യത്ലഉ അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരാൾ ഇപ്പൊ ഇതിലെ വരും. വഫീ യസാരിഹി, അദ്ദേഹത്തിന്റെ ഇടത് കൈയിൽ നഅലാഹ്, അദ്ദേഹത്തിന്റെ രണ്ട് ചെരുപ്പുകളുണ്ട്, ഇടത് കൈയിൽ പിടിച്ചിട്ട് ഇപ്പൊ കടന്നു വരും. ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ്. ഇപ്പൊ ആളുകൾ നടക്കുകയാണ്. നമ്മളിപ്പോ അങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞെന്ന് വിചാരിക്കുക, നിങ്ങൾ നോക്കൂല, ആരെങ്കിലും വരുമോ? സ്വഹാബികളൊക്കെ നോക്കിയിരുന്നു എന്നാണ്. അപ്പൊ ഒരാൾ വരുന്നു, അയാൾ വന്നവിടെ ഇരുന്നു ആ സദസ്സിൽ. നബി തങ്ങൾ ക്ലാസ് തുടർന്നു. സ്വഹാബത്ത് ആരും അതിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി പോയില്ല. പിറ്റേ ദിവസവും നബി തങ്ങൾ ഇതന്നെ ആവർത്തിച്ചു, യദ്ഖുലു അലൈക്കും റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാൾ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ നോക്കി, പടച്ചവനെ, ആ ഭാഗ്യവാൻ ആരാണ്? ഇപ്പൊ നോക്കുമ്പോ അതേ മനുഷ്യൻ ചെരുപ്പ് പിടിച്ച് ഇങ്ങനെ വരുന്നുണ്ട്, അവിടെ വന്നിരുന്നു. മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും വന്നത് ഇതേ ആള് തന്നെയാണ്. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചത്, ഇയാളുടെ കൂടെ ഒന്ന് കൂടണം, എന്താണ് ഇയാളുടെ കയ്യിലുള്ളത് എന്ന് ഒന്ന് കിട്ടണം, എന്നാൽ നമുക്കങ്ങനെ ചെയ്യാലോ. അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, ഞാനും എന്റെ വാപ്പയും തമ്മിൽ ചെറിയ ഒരു അസ്വാരസ്യമുണ്ട്, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിച്ചു. കൂട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അന്ന് താമസിച്ചു. അദ്ദേഹം പറയാം, ഞാൻ രാത്രി ഉറങ്ങാതെ നിന്നു, ഇയാൾ രാത്രിയിൽ എത്ര റക്അത്താണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് എന്ന് നോക്കാൻ. ഇപ്പൊ രാത്രിയിൽ കാര്യമായ നിസ്കാരമൊന്നും കണ്ടില്ല. അദ്ദേഹം ഉറങ്ങി, ഞങ്ങൾ ഉറങ്ങി.
അദ്ദേഹം എഴുന്നേറ്റു, ഞങ്ങൾ എഴുന്നേറ്റു ഒരേ സമയത്ത്. സുബഹി നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പ് ഞങ്ങൾ പള്ളിയിലേക്ക് പോയി ഒരുമിച്ച്. തിരിച്ചു വന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് നോമ്പായിരിക്കുന്നു. അദ്ദേഹം രാവിലെ നാസ്ത കഴിക്കുന്നുണ്ട്. കണ്ണൂർക്കാര് പറയണേ കത്തലടക്കുന്നുണ്ട്. കത്തലിന്റെ വലിപ്പം എത്രയെന്നാ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ എന്താണ് കത്തിൽ. അപ്പോ രാവിലത്തെ ചായ കുടിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. പടച്ചോനെ എന്തായിരിക്കും ഇന്ന്, പിന്നെ നാളെ ആയിരിക്കും ഇദ്ദേഹത്തിന് തഹജ്ജുദ് നോമ്പൊക്കെ എന്ന് വിചാരിച്ചു. പിറ്റേന്ന് പറഞ്ഞു ഇന്നുകൂടെ ഞാൻ നിന്നോട്ടെ എന്ന് ചോദിച്ചു. രണ്ടിന് അന്നും ഇതേപോലെ ആസ് നോർമൽ, എല്ലാം നോർമലാണ്. സാധാരണ നിസ്കരിക്കുന്ന ഒരാളുടെ സുന്നത്ത് നിസ്കാരമുണ്ട്, സുബഹിന്റെ മുമ്പായിട്ട് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, ജമാഅത്തിന് പോകുന്നുണ്ട്, നിസ്കാരം വരുന്നു, ജോലിക്ക് പോകുന്നു, സാധാ ദിവസം. 3 ദിവസം ഇത് തന്നെ കണ്ടപ്പോ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. അപ്പോഴാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഈ താമസിക്കാൻ മാത്രമുള്ള പണക്കൊന്നും ഞാനും വാപ്പയും തമ്മിലില്ല. ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയത് നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭാഗ്യം നിങ്ങൾക്കാണ് ഉണ്ടായത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വന്നതാ. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരെയും പോലെ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഹുവ ദാക, അത്ര തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാ ഞാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ പോയി കുറച്ചകലെ നടന്നപ്പോ തിരിച്ചു വിളിച്ചു, ഇങ്ങോട്ട് വരീൻ അബ്ദുള്ള. പിന്നെ എന്റെ വിഷയം, എന്റെ ഹൃദയത്തിൽ ലാ ഗില്ല വലാ ഹസദ്, എന്റെ ഹൃദയത്തിൽ ഒരു അസൂയയോ ഒരു പകയോ ആരോടുമില്ല. ഞാൻ വഅബീതുൽ-ലൈല, ഒരു രാത്രി ഞാൻ കടന്നുറങ്ങുന്ന സമയത്ത് എന്റെ ഹൃദയം ശുദ്ധമാണ്. ആരോടും ഒരു വെറുപ്പോ ഒരു പകയോ ഒന്നും എന്റെ ഹൃദയത്തിലില്ല, ആരോടുമില്ല. ഞാൻ അങ്ങനെയാണ്, വേറൊന്നും ഞാൻ ചെയ്യുന്നില്ല, സാധാരണ നിങ്ങളൊക്കെ പോലെ തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് തങ്ങൾ പറഞ്ഞത് അദ്ദേഹത്തിന് സ്വർഗം കിട്ടാനുണ്ടായ കാരണം ഇത് തന്നെയാണ്. അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളെപ്പോലും ഇങ്ങനെ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. ഒരാളോടും ഒരു വെറുപ്പും തോന്നാതെ, ഒരാളോടും ഒരു വിഷമവും തോന്നാതെ ഒരു രാത്രി കടന്നുറങ്ങാൻ നമ്മളെ കൊണ്ടാവുന്നില്ലല്ലോ. ചാൻസ് കിട്ടിയാൽ, പകരം ചെയ്യാൻ പറ്റിയാൽ എന്തെങ്കിലും കൊണ്ട് ചെയ്യും എന്ന ചിന്തയെങ്കിലും കൽബിൽ ഉണ്ടാവുന്നുണ്ടല്ലോ. ഇതൊന്നും ഇല്ലാതെ കടന്നുറങ്ങാൻ പറ്റുന്നുണ്ടോ എന്നതാണ് വിഷയം. അദ്ദേഹം പറഞ്ഞു, ഇത് തന്നെയാണ് ഞങ്ങളെ കൊണ്ടും സാധിക്കാത്തൊരു വിഷയം എന്ന് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലേക്ക് പോകുന്ന ആ ആളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇങ്ങോട്ട് എത്തലാണ് നമ്മുടെ ബാധ്യത. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങോട്ട് എത്താനാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അലാ ഉഖ്ബിറുക്കും ബിഅഫ്ളലി മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ, ഒരുപാട് നിസ്കാരവും ഒരുപാട് നോമ്പും ഒരുപാട് ദാനധർമ്മവും ഇതിനേക്കാളൊക്കെ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കുറെ നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് അധ്വാനമുണ്ട്. കുറെ സ്വത കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൃഷിക്കന്മാരെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണത്. പിന്നെ കുറെ നോമ്പ് ഒലുക്കണം എന്നൊക്കെ പറഞ്ഞ കുറച്ച് റബ്ബേ, ഒരു ദിവസം 5 നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നവർക്ക് അത് സാധിക്കില്ല, വലിയ ഭാരാണ്. ആയിക്കോട്ടെ നബിയെ, ബലായ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ, എന്താണ് ഒരുപാട് സുന്നത്ത് നിസ്കാരവും ഒരുപാട് സുന്നത്ത് നോമ്പും, സുന്നത്താണ് കേട്ടോ, ഫർദ് നിസ്കാരമൊക്കെ ഒഴിവാക്കിയിട്ടിരിക്കാനല്ലേ പറഞ്ഞത്, സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നോമ്പും സ്വതക്കയും ദാനധർമ്മങ്ങളും ഇതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായത് നബി തങ്ങൾ പറഞ്ഞു. ഖാലു ബല ഖാല സ്വലാഹു ദാത്തിൽ ബൈൻ, സ്വലാഹു ദാത്തിൽ ബൈൻ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതെയാക്കി പരസ്പരം യോജിപ്പിലെത്തുന്നത്, നന്മയിലേക്ക് എത്തുന്നത്. അത് ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആളുകൾ തമ്മിലാകാം, മാനേജറും കൂടെയുള്ള തൊഴിലാളികളുമാവാം, തൊഴിലാളികൾ തമ്മിലാവാം, ഒരു സ്ഥാപനം മറ്റൊരു സ്ഥാപനവും തമ്മിലാവാം, ഒരു സമൂഹം ഒരു വിഭാഗം മറ്റൊരു വിഭാഗവും തമ്മിലാകാം, വീട്ടുകാർ തമ്മിൽ, കല്യാണം കഴിച്ച പെണ്ണിന്റെ വീട്ടുകാരും ആണിന്റെ വീട്ടുകാരും തമ്മിൽ. അതൊക്കെ നിസ്സാര പ്രശ്നങ്ങൾക്ക് വലിയ വലിയ അബദ്ധങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ഇസ്ലാഹു ദാത്തിൽ ബൈൻ, ഇതാണ് നിങ്ങൾ ഒരുപാട് സുന്നത്ത് നിസ്കാരം ഒരുപാട് നോമ്പും ഒരുപാട് സ്വതക്കയും കൊടുക്കുന്നതിനേക്കാളൊക്കെ നിങ്ങൾക്ക് അതിനൊക്കെ വലിയ പ്രതിഫലം കിട്ടും. നിങ്ങൾ പരസ്പരം ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തിയാൽ, നിങ്ങൾ വിഷയങ്ങൾ സെറ്റിൽ ചെയ്യുന്നത്, നിങ്ങൾ ഡിസ്പ്യൂട്ടുകൾ നിങ്ങൾ ഇല്ലാതാക്കുന്നത്, ഇത് വലിയ കൂലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ഫസാദ ദാത്തിൽ ബൈൻ ഹിയൽ ഹാലിഖ, നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അത് ഷൈവ് ചെയ്യുന്നതാണ്. തങ്ങൾ പറഞ്ഞു, ലാ അഖൂലു തഹ്ലിഖു ശഅറ, നിങ്ങളുടെ മുടി നീക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, വലാകിൻ തഹ്ലിഖു ദീൻ, നിങ്ങളുടെ ദീൻ ഇല്ലാതെയാവും.
അപ്പൊ ദീനിന്റെ വിഷയത്തിൽ തന്നെ, ഇസ്ലാമിന്റെ വിഷയത്തിൽ തന്നെ ഫസാദുകൾ ഉണ്ടാകുമ്പോൾ, ഒരു മഹല്ലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹല്ല് കമ്മിറ്റി അട്ടിമറിച്ചുകൊണ്ട് വേറൊരു കൂട്ടർ എന്ത് ചെയ്യാണ് അതിനെ ഹൈജാക്ക് ചെയ്യുന്നത്. വളരെ റാഹത്തോടുകൂടെ മദ്രസ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സിലബസ് പറ്റൂല, സിലബസ് മാറ്റണം എന്ന് പറഞ്ഞ് സിലബസ് മാറ്റി വേറെ കമ്മിറ്റി ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. നമ്മൾ വിചാരിക്കും ദീനല്ലേ നടന്നത്, ഫസാദ് നടന്നുവോ, ഫസാദ് ഉണ്ടായോ? ഫഇന്ന ഫസാദ ദാത്തിൽ ബൈൻ, ഈ ഫസാദുകൾ ഉണ്ടാകുന്നത് ഹിയൽ ഹാലിഖ, ദീൻ ചുരണ്ടിക്കളയും. അവിടെ ദീൻ ഉണ്ടാകുന്നില്ല എന്നാണ്, അത് ചുരണ്ടി ഷെയ്വ് ചെയ്തു കളയുന്നതാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഫസാദ് ഉണ്ടാവരുത്, ഫിത്നകൾ ഉണ്ടാകരുത് എന്ന് പഠിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഇന്ന ശൈത്താൻ, ലോകത്തോട് വിട പറയുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞത്. തങ്ങളുടെ വഫാത്തിന്റെ അവസാന കാല, ആ വഫാത്തിനോടടുത്ത കാലഘട്ടങ്ങളിൽ ഇന്ന ശൈത്താൻ, പിശാച് നിരാശനാണ്. ഖദ് യഇസ അൻ യഅബുദഹുൽ മുസല്ലൂൻ, നിസ്കരിക്കുന്ന ആളുകൾ പിശാചിനെ ഇനി ആരാധിക്കാൻ പോകുന്നില്ലെന്ന് പിശാചിനറിയാം. നിസ്കരിക്കുന്ന ആളുകൾ പിശാചിനെ നിസ്കരിക്കില്ല എന്ന് പിശാചിനറിയാം. വലാകിൻ ഫി തഹരീശ് ബൈനഹും, പക്ഷേ അവരുടെ മനസ്സുകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പിശാചിനെ ആരാധിക്കൂല, ശരി തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇത് കുറച്ച് ശൈത്താന്മാർ മനുഷ്യന്മാരുടെ ഇടയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. അത് നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾക്കിടയിൽ ഫസാദുകൾ ഉണ്ടാവരുത്, അത് ദീനിനെ ഇല്ലാതെയാക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാസത്തുൻ, 3 വിഭാഗം. ലാ തുർഫഉ സ്വലവാതുഹും ഫൗഖ റൂസിഹിം ശിബ്റ, അവരുടെ നിസ്കാരം തലക്ക് മുകളിൽ ഒരു ചാണ് പോലും മേലോട്ട് ഉയരുകയില്ല. മേലോട്ട് ഉയരില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഖബൂൽ ചെയ്യില്ല എന്നർത്ഥം. അങ്ങനത്തെ 3 വിഭാഗം ആളുകളുണ്ട് എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ പോയി ഫോട്ടോ എടുക്കണേ? ഇനി മതി, ഇനി വേണ്ടല്ലോ. ഫോട്ടോ എടുക്കലൊന്നും നിർത്താൻ ദയവ് ചെയ്തിട്ട്. നാട്ടിലൊന്നും പറഞ്ഞെടുക്കാൻ പറ്റില്ല, അങ്ങനെ എടുക്കുകയാണ്. മറ്റേ രാജ്യത്തിന്റെ പ്രതിനിധികൾ തമ്മിൽ സമ്മേളനം നടത്തണം, ഒരു കയ്യെ കൊടുത്തൊരുത്ത സലാം വരെ ഈ എടുക്കടോ ഫോട്ടോ എന്ന് മോനെ ഏൽപ്പിക്കുക. എന്നിട്ട് എന്താ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഡ്രസ്സ് മാറുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും ഇങ്ങനെ ഫോട്ടോ എടുത്ത് വിടുക. അതങ്ങ് വിടും ചെയ്യുക, വാട്സപ്പിൽ ഓടിയും വിടും. ഒരു മനുഷ്യൻ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പറ്റൂല എന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നമ്മൾ നിന്നുകൊടുക്കാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരൂലേ? ദയവ് ചെയ്ത് ചെയ്യരുത്. എന്തിനാ ആവശ്യം? അതിലൊന്നിരിക്കുന്നു, ഒന്നുമില്ല. അപ്പോ ഞാനതിന്റെ മനസ്സിലെ വിഷമം പറയണം, അങ്ങനെ ചെയ്യരുത്. വേറെ ആരെങ്കിലും എടുത്തോളൂ ഇൻഷാ അല്ലാഹ്. അപ്പോ ഹിയൽ ഹാലിഖ സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ. നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മൾ ഇതിൽ പെട്ടുപോവാതിരിക്കാൻ. അവരുടെ നിസ്കാരം തലക്ക് മുകളിൽ ഒരു ചാണിന്റെ മുകൾക്ക് പോലും ഉയരുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ, ഒരു ഇമാമ് നിൽക്കുന്ന ഒരാൾ, ഒരു നേതാവ്, ആ നേതാവിന് അണികൾക്കൊക്കെ വെറുപ്പാണ്. അങ്ങനത്തെ ഒരു നേതാവിന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ഇമാമിനെ തന്നെയാണ് അത് ഉദ്ദേശിക്കുന്നതെന്നാണ് ഏറ്റവും വ്യക്തമായും. അത് തന്നെ ഒരു ഇമാം, ആ ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങൾക്ക് അയാളോട് വെറുപ്പാണ്. എന്തുകൊണ്ട് വെറുപ്പാണ്? അയാളുടെ ദീനിൽ എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് വെറുപ്പായിട്ട് ഇമാമ് നിൽക്കുന്ന ഒരു ഇമാമിന്റെ നിസ്കാരം അള്ളാഹുവിന്റെ ഹളറത്തിലേക്ക് എത്തുകയില്ലെന്നും ഒരു ചാണ് പോലും മേലോട്ട് ഉയരുകയില്ലെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളല്ലേ വെറുപ്പിക്കരുതെന്നൊക്കെ പറയില്ലേ? മനുഷ്യന്മാർക്ക് ഈ സ്വരം മാറുമ്പോൾ പാട്ട് നിർത്തുന്നൊക്കെ പറഞ്ഞ പോലെ വല്ല അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് മുങ്ങാൻ നല്ലത്. എന്ത് ചെയ്ത് ജനങ്ങൾ പിരിച്ചുവിടാൻ, അവിടെ കമ്മിറ്റി പിരിച്ചുവിടാൻ ലെറ്റർ കൊടുക്കാൻ മാത്രം എന്ത് ചെയ്ത് കാത്തിക്കരുത് അല്ലെ? ഒരു കോമൺ സെൻസ് ഉണ്ടായി മനസ്സിലാക്കുമല്ലോ ആൾക്കാർക്ക് ഇന്നെ പറ്റുന്നുണ്ടോ ഇല്ലേ. അപ്പോ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് ഇമാമ് നിൽക്കണം. ജനങ്ങൾക്ക് വെറുപ്പുള്ളൊരു നേതാവ് അല്ലെ. ഇപ്പൊ വോട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് വോട്ടിൽ എന്ത് ചെയ്യും? പ്രതികാരം ചെയ്യും ജനങ്ങൾ. അടുത്ത പ്രാവശ്യം കാണിച്ചു തരാന്ന് പറഞ്ഞ് തോൽപ്പിച്ചു വിടും. അതൊന്നും പറ്റാത്ത ചില വിഷയങ്ങളുണ്ടാവും. പിരിച്ചുവിടാൻ പറ്റൂല, ഇയാളായിട്ട് പിരിഞ്ഞു പോണില്ല, ജനങ്ങൾക്കൊക്കെ വെറുപ്പാണ് താനും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അത് നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വംറഅത്തുൻ ബാതത് വസൗജുഹാ അലൈഹാ സാഖിത്ത്, ഒരു പെണ്ണ്, ഒരു ഭാര്യ, അവര് ഒരു രാത്രി കടന്നുറങ്ങുന്ന സമയം ഭർത്താവ് അവളോട് വെറുപ്പിലാണ്. അങ്ങനത്തെ ഭർത്താവിന്റെ വെറുപ്പോടുകൂടെ കിടന്നുറങ്ങുന്നൊരു പെണ്ണ് എന്ന് പറഞ്ഞാൽ ആ ഭാര്യയോട് ഭർത്താവിന് ദീനിന്റെ വിഷയത്തിൽ തോന്നിയൊരു വെറുപ്പുണ്ട്. അങ്ങനെ ആവാം, അല്ലാതെ വെറുപ്പ് വിഷയമല്ല. ഇവിടെ ദുബൈയിൽ വന്ന് ഹിഫ്ള് ചെയ്തൊരു പെൺകുട്ടി, ഖുർആൻ ക്ലാസ് ഹിഫ്ള്
ഖുർആൻ ഹാഫിളായ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിട്ട് പുതിയാപ്പിള പറയും എന്ത് ചെയ്യണ്ട അപ്പൊ ഖുർആനൊക്കെ നിർത്തിയാൽ മതി. ഓൾ ഹിജാബ് ഇട്ട് നടന്നിരുന്ന കുട്ടിയാണ്. ഇപ്പൊ തട്ടന്നുടന്റെ പുറത്തിറങ്ങുമ്പോ എന്റെ കുടുംബക്കാരൊക്കെ ചെയ്യുന്ന പോലെ നീ അങ്ങ് നടന്നാൽ മതി. ഒരു ഭർത്താവ് പറയാൻ അതാ പെണ്ണിനെ അനുസരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അള്ളാഹുവിന്റെ നിയമത്തിനെതിരായിട്ട് ഒരു പടപ്പിനനുസരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള വിഷയം പറഞ്ഞു അനുസരിച്ചേക്കണം. അള്ളാഹു താല ഈ കുട്ടിയുടെ വിഷയത്തിൽ ഒരു പരിഹാരം അള്ളാഹു താല നൽകുമാറാകട്ടെ. എന്നൊരു വലിയ വിഷമം തോന്നിപ്പോയി ആ വിഷയം എന്റെ കഥ കേട്ടു കഴിഞ്ഞപ്പോ. എന്തൊരു വിഷമാണത്. അപ്പൊ ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെട്ടു എന്ന് വിചാരിച്ച് ഏതെങ്കിലും വിഷയത്തിൽ ദേഷ്യപ്പെടലല്ല, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വിഷയത്തിൽ ഭർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ട് അവൾ കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അവളുടെ പെരുമാറ്റം നീ ശരിയാക്കണം, നിസ്കരിക്കാത്ത പെണ്ണ നീ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് അവൾ നിസ്കരിക്കൂല എന്ന് പറയുന്നു, ഈ വിഷയത്തിൽ ഭർത്താവിന് അവളോട് ദേഷ്യമാണ്. ഇങ്ങനെയുള്ള വിഷയത്തിൽ ദേഷ്യപ്പെട്ടാൽ അത്രേ ഇതിനർത്ഥമുള്ളൂ. ഉമ്മയും വാപ്പയും തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെയാണ്. ഉമ്മയും വാപ്പയും ചിലപ്പോ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സംഗതി ഉമ്മയും വാപ്പയും പറഞ്ഞാൽ അനുസരിക്കേണ്ടതുണ്ടോ? ഇല്ല. അതിന്റെ പേര് ഉമ്മയും വാപ്പയും തെറ്റിന്ന് വിചാരിക്കുക, കുറ്റക്കേടുണ്ടാവോ? ഉണ്ടാവൂല. ഉമ്മയും വാപ്പയും പറഞ്ഞു നീ നിന്റെ പെണ്ണുങ്ങൾ ഒഴിവായിക്കോന്ന് പറഞ്ഞു. ഒരു കാരണമില്ല. എന്തിന്? ഒരു കാരണവുമില്ല. ശർഈയായ അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കാൻ പറ്റിയ ഒരു കാരണമല്ല. മനുഷ്യന്മാരുടെ മുമ്പിൽ വെക്കാൻ പോട്ടെ, പടച്ചതമ്പുരാനെ തന്നെ ബോധ്യപ്പെടുത്താൻ പറ്റിയൊരു കാരണവുമില്ല. അങ്ങനെ വിഷയം പറഞ്ഞെന്ന് വിചാരിക്കുക. ഉദാഹരണം പറയാം. അല്ലെങ്കിൽ ഇന്ന് ഇന്നാലിന്റെ ബന്ധുക്കളോട്, വാപ്പയുടെ അനിയനോട്, ജ്യേഷ്ഠനോട്, ഉമ്മയുടെ ജ്യേഷ്ഠത്തിയോട്, അനിയത്തിയോട് നീ മിണ്ടണ്ടെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. വാപ്പയും ഉമ്മയിട്ട് പറഞ്ഞു. അനുസരിക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. എന്തുകൊണ്ട് വേണ്ട? അവർ അള്ളാഹുവിന്റെ നിയമത്തിനെതിരാണ് ഈ പറയുന്നത്. അള്ളാഹു കുടുംബ ബന്ധം ചേർക്കണമെന്നാ പറഞ്ഞു, ഇവര് മുറിക്കണമെന്നാ പറയുന്നത്. അപ്പൊ അത്തരം വിഷയങ്ങൾ അവർക്ക് ദേഷ്യം തോന്നി, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മാതാപിതാക്കൾ അങ്ങനെ പെരുമാറുകയും ചെയ്യരുത്, അത് വേറെ വിഷയം. അല്ലാത്ത വിഷയത്തിൽ നമ്മൾ അവരെ വിഷമിപ്പിച്ചാൽ അതിന്റെ കോൺസിക്വൻസ് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് അനുഭവിക്കുകയും ചെയ്യും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അപ്പോ ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിന്റെ ദേഷ്യത്തോടുകൂടെ ഭർത്താവ് അവരോട് ദേഷ്യത്തിലാണ്, അങ്ങനത്തെ ഒരു പെണ്ണിന്റെ ഇബാദത്തും അല്ലാഹു സ്വീകരിക്കില്ല. വഅഖവാനി മുതസ്വാരിമാൻ, രണ്ട് സഹോദരങ്ങൾ, മുസ്ലിമീങ്ങളായ രണ്ടാളുകൾ, മുതസ്വാരിമാനി, പരസ്പരം തമ്മിലടിച്ച് അല്ലെങ്കിൽ ശണ്ട കൂടി നിൽക്കുന്ന രണ്ടാളുകൾ, പിണക്കത്തിലായ രണ്ടാളുകൾ. ദീനിന്റെ പേരിൽ പിണക്കങ്ങൾ ഉണ്ടാവാം. ഒരു മനുഷ്യൻ വിജാത്തിലേക്ക് പോയിരിക്കുന്ന ഒരു മനുഷ്യനല്ല അതിനിപ്പുറത്താണ് നിൽക്കുന്നത്. രണ്ടുപേരും തമ്മിലുള്ള ശണ്ടകൾ ഉണ്ടാകാം, സ്വാഭാവികം. ഒരു മനുഷ്യൻ കള്ളുകുടിച്ച് നടക്കാൻ, കൂട്ടുകാർ ഉപദേശിക്കുന്നു നന്നാവടോ, കേൾക്കുന്നില്ല, അവർ തമ്മിൽ പിണക്കത്തിലാണ്, ഒരു കുഴപ്പമില്ല. അള്ളാഹുവിന്റെ വിഷയത്തിൽ അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്, വെറുക്കുന്നത് അള്ളാഹുവിന് വേണ്ടി. ഒരു മനുഷ്യൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നു, ആ മനുഷ്യരോട് നമുക്ക് സ്നേഹം തോന്നുന്നു. ആ മനുഷ്യൻ അള്ളാഹുവിന് വഴിപ്പെടാതെ ജീവിക്കുന്നു, വെറുപ്പ് തോന്നുന്നു. യോജിക്കേണ്ടതും പിരിയേണ്ടതും അള്ളാഹുവിന്റെ വിഷയത്തിൽ മാത്രമാണ്. അള്ളാഹുവിന്റെ കൂടെ ഉണ്ടോ അവനോട് നമുക്ക് ഇഷ്ടമാണ്. അള്ളാഹുവിനെ കൈവെടിഞ്ഞിട്ടുണ്ടോ നമ്മൾ അയാളെ കൈവെടിഞ്ഞിട്ടുണ്ട്. അതിനൊന്നും പ്രശ്നം അല്ലാത്ത വിഷയങ്ങളാണ് എന്ന് ജനറലി നമ്മൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടെ മനസ്സിലാക്കുക. വഅഖവാനി മുതസ്വാരിമാനി, പിണങ്ങി നിൽക്കുന്ന ആളുകൾ, ചിലപ്പോൾ കച്ചവട സംബന്ധമായ എന്തെങ്കിലും ഇഷ്യൂസ്, പൈസ തമ്മിലുള്ള വിഷയങ്ങളൊക്കെ വേഗം പരിഹരിക്കണം. അത് ഒരു സംഗതി ഇല്ലാത്ത വിഷയമാണ്. ആകെ പിണങ്ങൽ പൈസന്റെ പേരിലാണ്. ഞാൻ 2000 കടം കൊടുത്തിട്ടോ തിരിച്ചു തന്നത് 1900 ആയിട്ടുള്ളല്ലോ, 100 രൂപ കുറവുണ്ടല്ലോ, ഞാൻ അവനോട് മിണ്ടൂലാണ്. ഈ സാധുവെ പറഞ്ഞിട്ടേ ഉണ്ടാവില്ല 100 രൂപ കുറഞ്ഞു പോയത്, ചോദിച്ചാൽ മതിയായിരിക്കും. ഇനി അവൻ തന്നില്ല എന്ന് വിചാരിക്കുക. അള്ളാഹ്ക്ക് വേണ്ടി പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പറ്റും, പൊരുത്തപ്പെട്ടു കൊടുക്കുക. കച്ചവടത്തിൽ പല വിഷയങ്ങളൊക്കെ ഉണ്ടാവും, പരസ്പരം പറ്റിച്ചത് അല്ലെ, കൂട്ട് ഷെയറായിട്ട് രണ്ടുപേരും ഒരുമിച്ച് ബിസിനസ് തുടങ്ങി, ബിസിനസ് ഉഷാറായപ്പോൾ മറ്റവനെടുത്ത് പുറത്തു അടിച്ച് ഇവൻ ഒറ്റക്കാക്കി. ഇങ്ങനത്തെ വലിയ വളവന്മാരൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഈ സദസ്സിലല്ല, നമ്മളെ UAE ഇവിടെ ഉണ്ടോ? പൊരുത്തപ്പിടിച്ചേക്കണം. ഉണ്ടാവുന്നാരോ പറഞ്ഞല്ലോ, ഉണ്ടോ? ഭയങ്കര കുറ്റാണ്. ആ സമ്പാദ്യമൊക്കെ ഹറാമിന്റെ സമ്പാദ്യങ്ങളായിട്ട് വരും. അങ്ങനെ ചെയ്യരുത്. സമ്പത്തിന്റെ പേരിലാണ് മനുഷ്യന്മാർ പിണങ്ങുന്നത്. വല്ലതുണ്ടോ സമ്പത്തിൽ? അള്ളാഹു ഒരു അസുഖം തന്നു, അള്ളാഹിന്റെ കള്ളാഹില്ലാതെ ശിഫ കിട്ടൂല, എത്ര പൈസ ചെലവാക്കിയിട്ടും കാര്യം ഉണ്ടാവില്ല, അല്ലേ? വലിയ വലിയ അസുഖങ്ങൾ വരുന്നുണ്ട്, ചില ആളുകൾക്ക് ഒരു അസുഖം വരുന്നില്ല. ചില ഗ്രാമങ്ങളിലൊക്കെ ചെന്നാൽ കാണില്ല, പടച്ചറബ്ബേ ഇവർക്കൊരു പ്രസവവേദന അനുഭവിച്ചാൽ എങ്ങനെ വണ്ടി കിട്ടും, ഇവരെങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കും മക്കളെ, ഇവർക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സംഭവിച്ചാൽ എങ്ങനെയാണ് ഈ ഉൾനാട്ടിൽ നിന്നൊരു ഈ ടൗണിലേക്ക്, മംഗലാപുരത്തേക്ക് എത്താല്ലേ, കാസർഗോഡേക്ക് എത്താല്ലേ, കണ്ണൂരിലേക്കോ എറണാകുളത്തേക്കോ എങ്ങനെ എത്തും എന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രദേശത്തൊന്നും അങ്ങനത്തെ ഒരു എമർജൻസി വിഷയം ഉണ്ടാവാറില്ല. അതാണ് അത്ഭുതം. അങ്ങനെ വണ്ടി കിട്ടാതെ മരിച്ച ഒരു കേസ് അവിടെ കാണൂല. അല്ലാത്തവർക്ക് അള്ളാഹു വേറെ പരീക്ഷണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ കള്ളാണ്.
അപ്പോ വഅഖവാനി മുതസ്വാരിമാൻ, പിണക്കത്തിലുള്ള രണ്ടാളുകൾ തമ്മിൽ നന്നാവാതെയും അല്ലാഹു തആല അവരുടെ ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹുവിന് മുഹമ്മദ് എന്ന പേരിൽ ഒരു മകൻ ഉണ്ടായിരുന്നു. ഹസൻ ഹുസൈൻ എന്നവരെ പറ്റി നമുക്കറിയാം. മുഹമ്മദ് എന്ന പേരിലെ മോനുണ്ട്. പക്ഷെ മുഹമ്മദ് ബിൻ അലി എന്നാൽ അറിയപ്പെടുക. അവരുടെ ഉമ്മയിലേക്ക് ചേർത്ത് മുഹമ്മദ് ബിൻ ഹനഫിയ എന്നാണ് അറിയപ്പെടുക. അവരും അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അവരുടെ ഈ മുഹമ്മദ് ബിൻ ഹനഫിയ തങ്ങളുടെ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, രണ്ടുപേരും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ഒരു ചെറിയ ഒരു പിണക്കമുണ്ടായി. അപ്പോ മുഹമ്മദ് ബിൻ ഹനഫി റളിയല്ലാഹു അൻഹു, അവരുടെ ഉമ്മ ബനു ഹനീഫ ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഹസൻ റളിയല്ലാഹുവിന്റെ ഉമ്മ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. അപ്പോ മുഹമ്മദ് ബിൻ ഹനഫി നമ്മൾ കത്തെഴുതി കൊടുക്കുകയാണ്. ആർക്ക്? ഹസൻ ബിൻ അലി തങ്ങൾക്ക്. യാ ഹസൻ, ഹസൻ എന്നവരെ, നിങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ് ഞാനും. പക്ഷെ നിങ്ങളുടെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോൾ ഫാത്തിമ ബീവിയാണ്. എന്റെ ഉമ്മ ബനു ഹനീഫ ഗോത്രത്തിലെ ഒരു പെണ്ണാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ വല്യുപ്പ, നിങ്ങളുടെ ഉമ്മയുടെ ഉപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്റെ ഉമ്മാന്റെ ഉപ്പ ജഅഫർ ഇബ്നു ഖൈസ് എന്നൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് എന്നെക്കാളൊക്കെ നിങ്ങൾക്കാണ് സ്ഥാനം. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള പിണക്കം തീർക്കാൻ ഈ കത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മാത്രയിൽ നിങ്ങൾ എന്റെ അടുത്ത് വരണം. ഒന്നിനുമല്ല, ഒരു വിഷയത്തിൽ ആരാണോ ആദ്യം മുന്നോട്ട് ചെയ്യുന്നത് അവർക്കാണ് ഏറ്റവും വലിയ കൂലി. ആ കൂലി നിങ്ങൾ തന്നെ കൊണ്ടുപോകണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ വന്നേക്കണം. കത്ത് കിട്ടിയ പാടെ ഓടിച്ചെന്നു ഹസൻ ബിൻ അലി റളിയല്ലാഹു തആല. നമ്മൾ പറയുമ്പോൾ ഇങ്ങോട്ട് വരട്ടെ എന്നല്ലേ, ഞാനല്ലേ വലിയ ആളിന്റെ അടുത്ത് ഇങ്ങോട്ട് വരണ്ടേ? കല്യാണത്തിന് അങ്ങാടി വിളിച്ച ആരെങ്കിലും പോകാറുണ്ടോ? ഇന്ന് വീട്ടിൽ വിളിച്ചിട്ടില്ലല്ലോ. വീട്ടിൽ വന്ന് ഇയാളെ കാണണ്ടേ? വീട്ടിൽ പോയി എല്ലാരെയും വിളിക്കാൻ മനുഷ്യന്മാർക്ക് നേരമുണ്ടോ? ഈ പറയണമെന്ന് തന്നെ അറിയില്ല, അവന്റെ മോളിൽ കല്യാണമായി കഴിഞ്ഞ ഇത് നടക്കാൻ പോണ കാര്യമില്ല എന്ന്. എന്നാൽ ചിലരുണ്ട് വിളിക്കാൻ മറന്നതായിരിക്കും, പോകാൻ മറക്കണ്ടെന്ന് വിചാരിച്ചു പോണവരുണ്ട് അല്ലേ? അത് അൽഹംദുലില്ലാഹ്. കല്യാണത്തിന് വെറുതെ പോയി ചോറടിച്ച് പോരുന്നവരെ പറ്റിയല്ല ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചത്. വിളിക്കാൻ മറന്നു. കല്യാണം കഴിഞ്ഞാലുണ്ട് ഒരു പിണക്കം വരാന്. കല്യാണം കഴിഞ്ഞ റാഹത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാക്കാരം ഒരുത്തന്റെ വിളി, എന്നെ മറന്നല്ലേ വിളിക്കാൻ. യാ അല്ലാ, ഓർമ്മയിലേ ഉണ്ടായില്ലല്ലോ, ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ അവൻ തെറ്റി. ശരിക്കും അങ്ങനല്ല വേണ്ടത്. നാട്ടിൽ നമ്മൾ നിൽക്കുകയാണ്, കല്യാണം നടന്നുകൊണ്ടിരിക്കുക, വിളിക്കാൻ മറന്നായിരിക്കും. ഒന്ന് ചെന്ന് സലാം പറഞ്ഞ് എന്ത് സന്തോഷമായിരിക്കും. യാ അല്ലാ, അങ്ങ് വന്നല്ലോ വിളിക്കാതെയും. സന്തോഷം ഉണ്ടാവുള്ളൂ അവർക്ക്. നാട്ടുകാർ മുഴുവൻ വിളിക്കാതെ കാര്യം വന്നാൽ കല്യാണം പൊളിയും. അതല്ല, പോവേണ്ട ആളുകൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ, അടുത്ത ആളുകളൊക്കെ. അപ്പോ അങ്ങാടി എന്ന് പറഞ്ഞ ഞാൻ പോലൊക്കെ പഴമക്കാർക്കുള്ള ഏർപ്പാട് ഇപ്പോഴും ചില പുതുമക്കാർക്ക് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അതുണ്ടാവാൻ പാടില്ല. അത് തരം അഹങ്കാരമാണ്. ഞാൻ വലിയ ആളാണല്ലോ, എന്റെ പൊരീക്ക് തന്നെ വരണല്ലോ. ഈ പൊരീക്ക് വന്ന ഈ രസനപ്പൊടി കലക്കി ടാങ്ക് കലക്കി കുടിച്ച് ഷുഗർ അവർ കല്യാണം കഴിയുമ്പോഴേക്കും ഇല്ലാത്തവർക്ക് ഷുഗർ ഉണ്ടാവുന്നു. സർവ്വപരിയിലും കലക്കി കൊടുക്കുകയാണ് ഈ പഞ്ചാര വെള്ളം. അപ്പോ അതൊക്കെ കുടിക്കിനേക്കാടൊക്കെ നല്ലത് വല്ല വാട്സപ്പിലോ വല്ല മെസ്സേജിലോ ഇമെയിലിലോ ലെറ്റർ ആയിട്ടോ അത് സോഫ്റ്റ് കോപ്പി ആയിട്ടോ ഹാർഡ് കോപ്പി ആയിട്ടോ നിങ്ങൾക്ക് ആ വിവരം എത്തി, അത്രയല്ലേ ആവശ്യമുള്ളൂ. പോവാ. ഹസൻ ബിൻ അലി റളിയല്ലാഹുവിന് പിണക്കം തീർക്കുകയാണ്. നമ്മൾ പിണക്കം ഉണ്ടാക്കാൻ നോക്കുകയാണ്. വല്ല പിണങ്ങാൻ വല്ല വകുപ്പുണ്ടോ? ആ കല്യാണ റാഹത്തിൽ നടക്കുമ്പോ അങ്ങോട്ട് കൊളാക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടാവുക. ഇത് ഒരു തരം അസുഖമാണ്. മാനസികമായ ഒരു തരം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന്റെയോ അല്ലെങ്കിൽ ഒരു തരം ഈഗോ, വളരെ ഡ്രിവൻ ബൈ ഈഗോ, നമ്മളൊരു പ്രൈഡ്, സെൽഫ് പ്രൈഡ്, ഇതൊക്കെ ഒരു അഹങ്കാരമാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അലി റളിയല്ലാഹു തആല അൻഹു അങ്ങോട്ട് ചൊല്ലിയാണ്. അലി തങ്ങൾക്ക് പറഞ്ഞൂടെ, എന്റെ വല്യപ്പ നബി തങ്ങളാണ്, എന്റെ ഉമ്മ ഫാത്തിമത്തു സഹറ എന്നവരാണ് റളിയല്ലാഹു അൻഹ. നിങ്ങളുടെ ഉമ്മ ബനു ഹനീഫ ഗോത്രക്കാരിയല്ലേ, വാപ്പ ജഅഫർ ഇബ്നു ഖൈസ് എന്നവരല്ലേ, നിങ്ങൾ എന്റെ അടുത്ത് വരണം. പക്ഷെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഹനഫിയ തങ്ങൾ പറഞ്ഞ വാക്കെന്താണ്? അങ്ങോട്ട് ചെന്ന് ആദ്യം ഒരു കാര്യം ചെയ്യുന്നതിൽ പ്രതിഫലം ഉണ്ടല്ലോ, അതുകൂടെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, അതിന് നിങ്ങൾ മുൻകൈയെടുക്കണം എന്ന് പറഞ്ഞു മഹാനായ മുഹമ്മദ് ബിൻ ഹനഫിയ റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹുവിന്റെ മോനാണ്. ഫാത്തിമ ബീവി അല്ലാത്ത മറ്റു ഭാര്യയിൽ ഉണ്ടായവരുടെ മകനാണ് മുഹമ്മദ് ബിൻ ഹനഫിയ റളിയല്ലാഹു തആല. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ്. അസൂയകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അത്തരം വിഷയങ്ങളുടെ അപകടങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരസ്പരം പൊറുക്കലിനെ ചോദിച്ചും മാപ്പ് പറഞ്ഞും പ്രശ്നങ്ങൾ തീർക്കുക. നമുക്ക് തീർക്കണമല്ലോ, വിഷയങ്ങൾ മരണത്തിന് മുമ്പേ തീർക്കണം. മരിച്ച് നമ്മുടെ മയ്യത്തൂടെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് നമ്മുടെ മക്കൾ പറയാണ്, എന്റെ വാപ്പാനോട് ആർക്കെങ്കിലും, എന്റെ വാപ്പാക്ക് ആരോടെങ്കിലും വല്ല ദേഷ്യം ഉണ്ടെങ്കിലും പുറത്തു കൊടുക്കണേ എന്ന് പറയുമ്പോഴേക്കും ചില ആളുകൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ, മനസ്സുകൊണ്ട് പുറത്തു കൊടുക്കാൻ മടിയുള്ളവരുണ്ടാവും. ക്ഷമ പുറത്തു കൊടുക്കണം എന്നാണ്. ഒരാൾ പുറത്തു കൊടുത്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇത് വലിയ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അഅ്തദറ ഇലാ അഖീഹി ബിമഅ്ദിറത്തിൻ ഫലം യഖ്ബൽ മിൻഹു. ഒരു മനുഷ്യൻ ഒരാളോട് എക്സ്ക്യൂസ് ചോദിച്ചു, ഒരു മനുഷ്യൻ ഒരാളോട് എന്തെങ്കിലും പിണക്കത്തിൽ എന്നോട് ക്ഷമിക്കണം, അന്ന് ബുദ്ധിമോശം കൊണ്ട് അങ്ങനെ പറ്റിപ്പോയി, അങ്ങനൊക്കെ സംഭവിക്കാലോ. അങ്ങനെ ഒരാളോട് പൊറുക്കലിനെ ചോദിച്ചു, ഇയാൾ പറഞ്ഞു ഞാൻ പുറത്തു തരൂല. ആരോടെ പൊറുക്കലിനെ ചോദിച്ചത്? ആ മനുഷ്യനും പുറത്തു തരികയില്ല എന്ന് പറഞ്ഞാൽ ഖാന അലൈഹി മിസ്ലു ഖതിഅത്തി സാഹിബി മിക്സിൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ കൈക്കൂലിയോ തട്ടിപ്പറിച്ചോ മറ്റൊരാളുടെ ഹക്ക് പിടിച്ചു വാങ്ങുന്ന ആ വലിയ കുറ്റത്തിന്റെ അതിന്റെ ശിക്ഷ പോലെയുള്ള ശിക്ഷ ഒരു മനുഷ്യന്റെ എക്സ്ക്യൂസ് സ്വീകരിക്കാത്ത ആൾക്കുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മോട് സോറി കേട്ടോ പൊരുത്തപ്പെടുന്ന ചിലർ പറയും, ഇംഗ്ലീഷുകാരെ കണ്ടുപിടിച്ചൊരു വാക്കേ എന്ത് കുരുത്തക്കേട് ചെയ്താലും സോറി എന്ന് പറഞ്ഞാൽ തീരുന്ന, ഞാൻ പുറത്തു കൊടുക്കൂല എന്നൊക്കെ എന്റെ ചെവിയുടെ അടുത്തും പറയണേ കേട്ടു. വണ്ടി ചളി തെറിപ്പിച്ചിട്ടേ സോറി എന്ന് പറഞ്ഞാൽ നിർത്തിപ്പോകണം. ഓനിപ്പോ സോറി, എനിക്ക് നീ കുപ്പായം പോയി കഴുകിണ്ടാക്കണം, ഞാൻ ഇസ്തിരിട്ട് ഇറങ്ങിയതാണ്, അതൊക്കെ ആകെ കേടായി. ഓൻ്റെ ഒരു സോറി ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചൊരു വാക്ക് എന്ന് പറഞ്ഞു. സംഗതി വലിയ നല്ലൊരു പ്രയോഗമാണ് ഈ സോറി എന്ന് പറയുന്നത് അല്ലേ. ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാണ്. എക്സ്ക്യൂസ് മീ ഒന്ന് ബേപ്പിട്ടാൽ എന്താ നമ്മൾ പറയുന്നത്? ബേപ്പിനെന്താ മലയാളത്തിൽ പറയല്ലേ? ഏമ്പൊക്കെ വിടാന്ന് പറയില്ലേ? ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഓരോ സൗണ്ട് വിടൂല്ലേ? എന്താ പറയാ? തേക്കുക. എനിക്കറിയില്ല. ബേപ്പ് എന്ന് ഇംഗ്ലീഷുകാരൻ പറയാറുണ്ട്, BURB ബേപ്പ്. അപ്പോ അങ്ങനെ ബേപ്പ് വന്നു കഴിഞ്ഞാൽ എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നൊരു സ്വഭാവമുണ്ട് ഇംഗ്ലീഷുകാർക്ക്. എന്നോട് ക്ഷമിക്കണം കേട്ടോ, കാരണം അതൊരു രസമില്ലാത്ത സൗണ്ടാണ്. ഒരു ഗ്യാസ് വരും, വല്ല അടച്ചിട്ട കാറിലൊക്കെ പോവുകയാണെങ്കിൽ അതിന്റെ ഒരു മണം വരാണ്ട് ഒരു എക്സ്ക്യൂസ് മീ എന്ന് പറയാം. നമ്മളൊക്കെ റാഹത്തിൽ ബേപ്പിട്ടിട്ട് പിന്നെയും അതിന്റെ മേലൊരു സോഡയും കുടിച്ചിട്ട് പിന്നെയും വിടുകയാണ്. അപ്പൊ നമ്മുടെ ആ കൾച്ചറിൽ എന്താ അറിയില്ല, നമുക്കത് മോശമായിട്ട് തോന്നിയിട്ടില്ല. ഈ കാർക്കിച്ച് തുപ്പലൊക്കെ അറബിയൊക്കെ ഭയങ്കര ദേഷ്യല്ലേ, ഖാ എന്നൊക്കെ പറഞ്ഞ് തുപ്പാൻ തന്നെ പാടില്ല എന്നാ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയിട്ടു. നമ്മൾ പിന്നെ ഇപ്പുറത്തൊരാളെ ഭക്ഷണം കഴിക്കണേ ഇവക്ക് ചെന്നിട്ട് വാന്ന് കൈയിട്ടിട്ട് എന്തൊരടങ്ങേറാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയൊന്നും ഉണ്ടാവരുതെന്നാണ് കോമൺ സെൻസ് വേണം. നമ്മൾ ക്ഷമ ചോദിക്കണം എന്നാണ്. എക്സ്ക്യൂസ് മീ എന്ന് പറയും. നമ്മൾ മലയാളികൾ എക്സ്ക്യൂസ് മീ എന്ന് പറയാറുണ്ട് എപ്പോഴാണെന്നറിയോ? ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ കാണാൻ അവരുടെ ദേശയുടെ മുഖത്തുള്ള ദേശം. എക്സ്ക്യൂസ് മീ, എന്നോട് പൊറുക്കണേന്നപ്പോ പറയണത്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കണം, എനിക്കൊന്ന് പോവാണ്ട്, ഒന്ന് വഴി തരുമോ, എക്സ്ക്യൂസ് മീ, അല്ലെങ്കിൽ ഐം സോറി, എന്തൊക്കെ പറയണം. എക്സ്ക്യൂസ് മീ, ഇതെന്തോ ദേഷ്യപ്പെടുമ്പോൾ പറയണ വാക്കാന്നാ വിചാരം. എനിക്ക് മാപ്പ് തരണേ എന്നാണ് ചോദിക്കുന്നത്. ഇവരൊക്കെ എങ്ങനെ മാപ്പ് കൊടുക്കുക ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ? അപ്പോ മഅ്ദിറത്ത് അപ്പോളജി ഒരു മനുഷ്യൻ ചെയ്താൽ നോ വറീസ്, നോ വറീസ്, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. ഇത് പറയൽ ഇസ്ലാമിന്റെ സംസ്കാരമാണ്. അത് ഇംഗ്ലീഷുകാർ ചെയ്യുന്നുണ്ട്. നമ്മൾ സോറി എന്നിട്ട് പറയില്ല, പറഞ്ഞ പോലെ ഒരു സോറി എന്ന് പറയും. സാരല്ല, നോ പ്രോബ്ലം. ഇത് നമ്മൾ ശീലിക്കേണ്ട ഒരു സംഗതിയാണ്, ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട സംഗതിയാണ്. എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും ഐം സോറി, ക്ഷമിക്കണം. നമ്മൾ ഖേദിക്കുന്നു എന്നും സാധാരണ പറയാറില്ല. നന്ദി എന്നുള്ള വാക്ക് പറയാതെ പോലെ തന്നെ അത് നമ്മുടെ പരശുരാം വരാൻ നേരം വൈകിയാൽ പോലെ അനൗൺസ് ചെയ്യുമ്പോൾ പറയും അല്ലേ, നേരം വൈകിയതിൽ ഖേദിക്കുന്നു, അല്ലെങ്കിൽ ആനയൊക്കെ സംഭാവന എന്നൊക്കെ പറയല്ലേ. നമ്മൾക്ക് എന്താ സംഭാവന കൊടുക്കുകയാണെന്നല്ലേ. അപ്പോ ഖേദിക്കുന്നു എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നിത്യജീവിതത്തിൽ അത് ഉണ്ടാവണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും മാപ്പ് ചോദിച്ചാൽ മാപ്പ് ചെയ്തു കൊടുക്കുക. പറ്റിപ്പോയി, പുറത്തു തരണം, ആയിക്കോട്ടെ, ഞാൻ ഒന്നുമില്ലല്ലോ, നമ്മൾ തമ്മിൽ ഒന്നുമില്ല, എല്ലാം തീർന്നു, അൽഹംദുലില്ലാഹ് എന്ന് മറ്റുള്ളവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ മനോഹരമായൊരു ഹദീസ്,
വളരെ മനോഹരം. ഈ ഹദീസ് കേൾക്കുമ്പോ കാണുമ്പോ നമ്മുടെ ജീവിതത്തിലൊക്കെ അത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ലാ യുബല്ലിഗുനി അഹദും മിൻകും അൻ അഹദിൻ മിൻ അസ്ഹാബി ശൈഅ. നബി തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഇന്നി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വഅന സലീമുസ് സദ്ർ. എന്റെ സ്വഹാബികളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക. നബി തങ്ങൾ പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ ഒരാളും എന്റെ സ്വഹാബികളിൽ ഒരാളെക്കുറിച്ചും മോശപ്പെട്ടത് എന്റെ ചെവിയിൽ വന്ന് പറഞ്ഞു തരരുത്. നിങ്ങളിൽ ഒരാളും എന്റെ സ്വഹാബികളിൽ ആരെങ്കിലും, സ്വഹാബികൾ നബി തങ്ങൾ ഡീൽ ചെയ്യുന്നവരുമായിട്ടാണ്, എന്റെ കൂട്ടുകാരായ എന്റെ സ്വഹാബികൾ, എന്റെ അനുയായികൾ, എന്റെ മുമ്പിൽ വരുന്നവർ, അവരിൽ ഒരാളെക്കുറിച്ചും മോശപ്പെട്ടത് എന്നോട് വന്ന് പറഞ്ഞു തരരുത്. കാരണം എനിക്ക് നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങി വരുമ്പോൾ വഅന സലീമുസ് സദ്രി, എന്റെ ഹൃദയം സുരക്ഷിതമായി, ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ലാതെ നിങ്ങളെ വന്ന് കാണണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ ആരെപ്പറ്റിയെങ്കിലും വല്ല ഫിത്നയും എന്റെ ചെവിയിൽ പറഞ്ഞു തന്നാൽ ആ മനുഷ്യനോട് എനിക്ക് വെറുപ്പ് തോന്നും, അതെനിക്ക് ഇഷ്ടമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുണ്ടല്ലോ ഫിത്ന പറഞ്ഞു കൊടുക്കുക. നാട്ടിൽ വാല് പറയാൻ പോകുമ്പോണ്ടോ അങ്ങനത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുന്ന നിങ്ങൾ വാല് പറയുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. സംഘാടകരിൽപ്പെട്ട അല്ലെങ്കിൽ അകന്ന സംഘാടകർ കുത്തിത്തിരിപ്പിൽ മാത്രം മൈക്ക് സെറ്റ് മോശമായ ഒച്ചുണ്ടാക്കാൻ വരുന്നുണ്ടാവും. ആ വൈക്കേ വന്നിട്ടുണ്ടാവില്ല ആ പരിപാടി വിജയിപ്പിക്കാൻ. ആ നേരത്തൊരു ആവേശം വരാനുണ്ട് എന്ന് ഇതൊക്കെ വന്നിട്ട് ഒരു ഉസ്താദെ, പിന്നെ മറ്റാളെ എന്റെ 2 ലക്ഷം പറ്റിച്ചു പോയിട്ടുണ്ട്, അയാൾ മുമ്പിലിരിക്കുന്നു, 2 വാക്ക് അതിനെ പറ്റി പറയാൻ കേട്ടോ. ഒരുത്തം വേറെ ഒരുത്തം വന്ന് പറയും, പിന്നെ ഞങ്ങളെ കുടുംബ പ്രശ്നമുണ്ട്, നമ്മൾ പുതിയാപ്പിളുടെ സ്വഭാവം എന്നതൊക്കെ. പുതിയാപ്പിള വരും ചിലപ്പോൾ എവിടെങ്കിലൊക്കെ ഉണ്ടാവും, ഓനെ പറ്റി 2 വാക്ക് നിങ്ങൾ ഓനെ പറ്റി. ഇങ്ങനെ മനുഷ്യന്മാരെന്തൊക്കെ പറയാം, ആന്ന് പറഞ്ഞ് വിടലാനും പറ്റുള്ളൂ. അവിടെ ഒരു വിഷയം ഉണ്ടാവും പറയാൻ. അത് ഇങ്ങനെ ഓരോരുത്തരുടെയും ഓരോരോ ഫിത്നകൾ അല്ലെ പറയും. ഇവിടെ കമ്മിറ്റിക്കാർ ഇങ്ങനെയാണ് കേട്ടോ, സംഗതി ഇങ്ങനെ ഓരോ മുമ്പ് പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ അതിനപ്പോ ഓടി വന്നത് ഫോൺ ചെയ്ത. ഇങ്ങനെ എന്തെല്ലാം ഫിത്ന ഉണ്ടാവുന്ന സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാരുടെ സ്വഭാവം ഭയങ്കര അത്ഭുതമാണ്. നിബിധങ്ങൾ പറയും, ഇതൊന്നും എന്നോട് പറയല്ലേ, നിങ്ങൾ ആരും എന്നെ പറ്റി ഒരാളുടെ കുറ്റവും പറഞ്ഞു തരല്ലേ. എന്തേ കാരണം? നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ എന്റെ ഹൃദയത്തിൽ ആരോടും ദേഷ്യമുണ്ടാവരുത് എന്നെനിക്ക് ആവശ്യമുണ്ട്, ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് വെറുപ്പ് തോന്നില്ലേ ഒരാളോട്? ഉണ്ടാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. നമ്മുടെ നാവുകളൊക്കെ സൂക്ഷിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കരുതലോടുകൂടെയാണ് നമ്മളോട് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല ഹാസിദീങ്ങൾ ഉണ്ടാകും, അവരുടെ മക്റിൽ ഖദിഅത്തിൽ നിന്ന്, ചതിയിൽ നിന്നൊക്കെ അല്ലാഹു നമ്മയും കുടുംബത്തെയൊക്കെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു കഥ പറയാറുണ്ട് നമ്മുടെ പണ്ഡിതന്മാർ. ഈ അസൂയയുടെ ഭാഗമാണ് കണ്ണേർ എന്ന് പറയുന്നത്. ഇസ്വാബത്തുൽ ഐനി ഹഖ്ഖുൻ എന്നാണ്. ഇസ്വാബത്തുൽ ഐനി ഹഖ്ഖുൻ, കണ്ണേർ എന്ന് പറയുന്ന സംഗതി സത്യമാണ്. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്വാബത്തുൽ ഐനി ഹഖ്ഖുൻ, കണ്ണേർ ഹഖ്ഖാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ വിപത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഐൻ ഹഖ്ഖുൻ വലൗ കാന ശൈഉൻ സാബഖൽ ഖദറ സബഖതുൽ ഐൻ. അല്ലാഹു തആല ഖദർ ഖലാദ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഡെസ്റ്റിനി എന്ന് നമ്മൾ പറയുന്ന അല്ലാഹുവിന്റെ ഡിസിഷൻ. ഏതൊരു വിഷയം ലോകത്ത് നടക്കാൻ അല്ലാഹുവിന്റെ തീരുമാനമുണ്ട്. ആ തീരുമാനത്തെ എന്തെങ്കിലും മറികടക്കുമായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ ആ തീരുമാനമല്ലാത്തത് വല്ലതും ഇവിടെ നടക്കുമായിരുന്നുവെങ്കിൽ ലസബഖതുൽ ഐൻ, കണ്ണേർ ആ ഖലാഇനെ ഓവർടേക്ക് ചെയ്യുമായിരുന്നു. പക്ഷെ ഓവർടേക്ക് ചെയ്യൂല. കണ്ണേർ സംഭവിച്ചാലും അത് നടക്കുന്നത് അല്ലാഹുവിന്റെ ഖലാ കൊണ്ട് തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനി നിങ്ങൾ പറയുന്ന ചരിത്രം ഇന്നതാണ്. സമയം വൈകുന്നുണ്ടോ? യാ റബ്ബി 11-12 അപ്പോ 2 ചെറുപ്പക്കാർ, അവരുടെ വാപ്പ മരിച്ചു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. സമ്പത്ത് 2 ആൺമക്കൾ ഓഹരി വെച്ചെടുത്തു. 2 സഹോദരന്മാർ. ഒരു സഹോദരൻ ആ സമ്പത്ത് ബിസിനസ്സിൽ ഇറക്കി, നല്ല അധ്വാനിച്ച് ബിസിനസ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, സത്യസന്ധമായി ബിസിനസ് ചെയ്തു. അപ്പൊ ബിസിനസ് ഫ്ലറിഷ് ചെയ്തു. ഈ സത്യസന്ധമായി ബിസിനസ് ചെയ്താൽ ബിസിനസ് പുരോഗമിക്കും എന്ന് നിർബന്ധമില്ല കേട്ടോ. അള്ളാന്റെ അടുത്ത് പുരോഗമിക്കും. പക്ഷെ ദുന്യാവിൽ ചിലപ്പോ സത്യസന്ധമായി കച്ചവടം ചെയ്തപ്പോ പൊളിഞ്ഞു വരും. അങ്ങനെ ഉണ്ടാവും. കണിയത്തുസ്താദൊക്കെ മരക്കച്ചവടം പൊളിഞ്ഞത് അങ്ങനെയാണ്. ടിമ്പറിന്റെ ഈ മരക്കച്ചവടം നടത്തിയിട്ട് ചെറിയ ഓട്ടൊക്കെ കാണുമ്പോൾ വരുന്ന കസ്റ്റമറോട് പറയണ ഉസ്താദ് എന്ത്
സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് അവറുകൾ പിന്നെ ഇവിടെ ഒരു ഓട്ടം ഉണ്ട് കേട്ടോ, ഇത് ചിലപ്പോ ഉള്ളിക്ക് വലിയ ഓട്ടമായിരിക്കും. അപ്പൊ പിന്നെ 10,000 കിട്ടേണ്ട മരത്തിന് 2,500 കിട്ടുള്ളൂ. ചിലപ്പോ ഉള്ളിക്ക് ഉണ്ടായില്ല എന്ന് തന്നെ വരും. ഉസ്താദ് അങ്ങനെ പറയാറുണ്ട്, ഉള്ളിക്ക് വലിയ ഓട്ടം ഉണ്ടാവും ചിലപ്പോ. ഒറ്റയെങ്കിലും എല്ലാ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടാണ് കച്ചവടം നടത്തുക. അങ്ങനെ ടിമ്പർ കച്ചവടം പൊളിഞ്ഞിട്ടുണ്ട് ഉസ്താദിന്റെ. പക്ഷെ അള്ളാന്റെ അടുത്ത് പൊളിയോ ഇല്ല. ഇദ്ദേഹം ഇഖ്ലാസോടുകൂടെ അമല് ചെയ്തു, സംഗതി ഉഷാറായി, ക്ലിക്കായി. ഞാൻ ആദ്യം പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ പരിശേർപ്പാടൊന്നും ചെയ്യാതെ സത്യസന്ധമായിട്ട് ജെന്യൂൻ സാധനങ്ങൾ ഒരു ഫ്രോഡും ചെയ്യാതെ ഫോർജ് ചെയ്യാതെ വളരെ സത്യസന്ധമായി, എന്നിട്ട് പടച്ചോനെ ഞാനാ കുടുങ്ങിപ്പോയല്ലോ, സർവ്വ തട്ടിപ്പ് നടത്തുന്ന തൊട്ടുപുറത്തെ ഷോപ്പുകാരൻ ഓനതാ ഉഷാറായി പോകുന്നു, ഇതെന്താ കഥ? അതൊക്കെ അള്ളാഹു ഈ ദുന്യാവിൽ ചെയ്യും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അടുത്ത് അത് എന്താണ്? മഖബൂലാണ്. മറ്റേത് ചില കുമിളകളെ പോലെയാണ്, ഇത് പൊങ്ങും അങ്ങ് തകരും ചെയ്യും. കണ്ടിട്ടില്ല വലിയ വലിയ വിഷയങ്ങളൊക്കെ തകരുന്നത്. അപ്പോ ഇയാളുടെ കച്ചവടം ഉഷാറായി. മറ്റേ സഹോദരൻ അടിച്ചു പൊളിച്ച് സർവ്വസമ്പത്തും കുടിച്ചു തീർത്ത് ഗാംബ്ലിംഗ് ചെയ്തിട്ട്, ഗാംബ്ലിങ്ങിന് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ചൂതാട്ടത്തിന് പോയിട്ട് എല്ലാം തീർന്നു. പക്ഷേ ഈ ജ്യേഷ്ഠൻ നല്ല മനുഷ്യനായിരുന്നു. അനുജൻ സർവ്വകുരുത്തക്കേടും കളിച്ചിട്ട് പൈസ തീർന്നപ്പോ ഇയാൾക്ക് ഒരുപാട് സഹായം ചെയ്തു കൊടുത്തു, കുടുംബത്തിന് കൊടുത്തേക്ക്, ഭക്ഷണത്തിന് കാരണം. പക്ഷെ അനുജന്റെ മനസ്സിൽ ആ ഒരു നന്ദി തോന്നിയിട്ടില്ല. എന്താ ഇപ്പൊ കാക്കാന്റെ അടുത്ത് ഇത്ര കൂടാൻ കാരണം, ജ്യേഷ്ഠന്റെ അടുത്ത് ഇച്ഛാന്റെ അടുത്ത് ഇത്ര കൂടാൻ കാരണം? ഇത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് എന്നെ പോലെ തന്നെ എന്റെ ജ്യേഷ്ഠനും ഫക്കീറാവണം എന്ന് ഇവനൊരാഗ്രഹം കൽബിന്റെ ഉള്ളില്. നേരെ മറിച്ചാണ് വേണ്ടത്. ഇയാൾക്കുണ്ടായാലല്ലേ എനിക്കുണ്ടാവും, ഇയാളല്ലേ എന്നെ സഹായിച്ചത്. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ മലയാളികളുടെ ചിന്തയിൽ അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അല്ലേ? മുതലാളിക്ക് ഉണ്ടാവുമ്പോ മുതലാളിയോട് അസൂയ, ഈ മുതലാളി ഉണ്ടായിട്ടല്ലേ എനിക്ക് തൊഴിലാളിയാവാൻ പറ്റിയത്, എനിക്ക് തൊഴിൽ കിട്ടിയത് എന്നല്ല നമ്മൾ ചിന്തിക്കുക. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഏതായിരുന്നാലും ഇയാളുടെ തകർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. പ്രവർത്തിച്ചത് അസൂയ കൊണ്ടാണ്. അപ്പൊ നാട്ടിലൊരു പ്രധാനപ്പെട്ട കണ്ണേറുകാരനുണ്ട്. നോക്കി പറഞ്ഞതാണ്. ഇപ്പൊ കണ്ണൂരിലൊരു സുഹൃത്ത് എന്റെ വിഷയം പറയുന്നു. അവരുടെ മുമ്പിലൊരു കുറച്ച് വീടും പറമ്പ് സ്ഥലമൊക്കെ ഉണ്ടപ്പോ വാങ്ങുന്ന പറ്റില്ല, എന്തോ ചർച്ച നടന്നപ്പോ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അവിടെ ഒരു സ്ത്രീ ഉണ്ട്, ഞങ്ങളുടെ ചക്കയിൽ ഇഷ്ടം പോലെ ചക്ക തളർത്ത് ഒരുപാട് ചക്ക, ആ വർഷം അതിന്റെ മുമ്പൊരിക്കലില്ലാത്ത അത്ര ചക്ക ഉണ്ടായ സമയത്ത് ഈ സ്ത്രീ എന്തോ ഒരു കാര്യം പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞു, മറന്നുപോയി, എന്തൊരു ഉദാഹരണം പറഞ്ഞത് ഒരു മാസം കൊണ്ട്, ആ മഴയുള്ള ഒറ്റ മാസം കൊണ്ട് ആ മരം ഉണങ്ങിപ്പോയി. ഒരു മാസം എടുത്തിട്ട്. അതിന് മുമ്പ് വേറെ അനുഭവങ്ങളുണ്ട്. ആ സ്ത്രീ ഇങ്ങനെ നോക്കി പറഞ്ഞതൊക്കെ അങ്ങനെയാണ്. കുറെ അനുഭവങ്ങൾ കാണും. ഇസാബത്തുൽ ഐനി ഹഖുന്നാണ്, കണ്ണീർ സത്യമാണ്. ഇംഗ്ലീഷുകാരൻ ഈവിൾ ഐ എന്നാ പറയാം. അതിന്റെ സീക്രട്ട് എന്നത് വരെ മനസ്സിലായിട്ടില്ല. മെഡിക്കൽ സയൻസിന് പോലും പിടുത്തം കിട്ടാത്തൊരു സംഗതിയാണ്. എന്താ ഈ സംഭവിക്കുന്നത്? അപ്പൊ ഈ അനുജൻ എന്ത് ചെയ്തു? കണ്ണീറുള്ള ഒരാളടുത്ത് പോയിട്ട് പറഞ്ഞു, എന്റെ സഹോദരന്റെ കച്ചവട സംഘം ഈ വഴിക്ക് കടന്നു പോകും, അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കി പറഞ്ഞാൽ സംഗതി തകരുമല്ലോ, അത് നിങ്ങൾ പറയണമെന്ന് പറഞ്ഞ് ഇയാൾക്ക് ലേശം കാശും കൊടുത്തിട്ട് കച്ചവട സംഘം വരുന്ന ദിവസം കാത്തിരിക്കുകയാണ്. അപ്പൊ കച്ചവട സംഘം അങ്ങ് ദൂരെ നിന്ന് വരുന്നുണ്ട്. ഈ കണ്ണീറുള്ള ആൾക്ക് കാഴ്ച ഇച്ചിരി കുറവാണ്, ദൂരക്കാഴ്ച. കണ്ണടൊന്നും ഉണ്ടാകാത്ത കാലമായിരിക്കും ചിലപ്പോ. ദൂരക്കാഴ്ച കുറവാണ്. ദൂരന്നേ ഈ കച്ചവട സംഘം വരുന്നത് കണ്ടപ്പോ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്ത് ദാ വരുന്നു, ഇതാണ് എന്റെ ജ്യേഷ്ഠന്റെ കച്ചവട സംഘം, ദാ വരുന്നു, കണ്ടില്ലേ? അതാ പറഞ്ഞു, നിന്റെ കണ്ണ് വല്ലാത്ത കണ്ണാണല്ലോ, എനിക്കത് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. നീ പറഞ്ഞ പരമാർത്ഥം കണ്ണുവേദന തുടങ്ങി. അന്ന് രാത്രിക്ക് രാത്രി ഇവന്റെ കാഴ്ച പോയിന. അത് ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പറയാൻ കാരണം ഇവൻ ഫിത്തന ഉദ്ദേശിച്ചതാ, അള്ളാഹു ആ ഫിത്തനെ തിരിച്ചടിച്ചു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഉയർത്തുകയാണെങ്കിൽ, അള്ളാഹു തആല ഒരാൾക്ക് അനുഗ്രഹം കൊടുക്കുകയാണെങ്കിൽ ആർക്കും അത് തകർക്കാൻ കഴിയില്ല. ആരെക്കൊണ്ടും ചെയ്യാൻ പറ്റൂല, ആരെക്കൊണ്ടും. നമ്മള് ജനങ്ങളുടെ വിചാരിച്ചോ അല്ലെങ്കിൽ നാട്ടുകാർ അന്നല്ല, അള്ളാഹുവാണ് ഒരു മനുഷ്യനെ ഉയർത്തുന്നത്. അള്ളാഹുവാണ് ഒരാൾക്ക് നിഅമത്ത് കൊടുത്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കൊടുത്തത് നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുആദു നിഅമല്ലാഹ്, അള്ളാഹുവിന്റെ നിഅമത്തിനോട് നിങ്ങൾ ശത്രുത ചെയ്യരുത്. പറഞ്ഞു, വമൻ യുആദി മിന്ന നിഅമല്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് ആരാണ് നമ്മൾ ശത്രുത വെക്കുക? പറഞ്ഞു, അസൂയയുള്ള ആളുകൾ അള്ളാഹുവിന്റെ നിഅമത്തിനോട് ശത്രുത വെക്കുന്നത്. എന്തേ? അള്ളാഹു തആല അയാൾക്ക് കൊടുത്തു. അൽഹംദുലില്ലാഹ്. ആ മനുഷ്യൻ നല്ല ആളാണെങ്കിൽ, അള്ളാഹുവിന്റെ അടുത്ത് നല്ല ആളായതുകൊണ്ട് അള്ളാഹ് കൊടുത്തില്ലേ, നീ എന്തിനാ ശത്രുത വെക്കുന്നത്?
അയാളുടെ മോശപ്പെട്ട ആളാണെങ്കിൽ മോശപ്പെട്ട ഒരാൾ കള്ള കൊടുത്തിന് നീ എന്തിനാ അസൂയ വെക്കേണ്ട കാര്യം? രണ്ട് നിലക്കാണെങ്കിലും അള്ളാഹുവിന്റെ ഖിസ്മത്തല്ലേ, അള്ളാഹു ഇഷ്ടപ്പെട്ടു കൊടുത്തല്ലേ, ഞാൻ എന്തിനാ അസൂയപ്പെടണം? ഇത് പ്രവാസികളായ ആളുകളും വളരെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. 10 കൊല്ലം നിന്നു, 15 കൊല്ലം ജോലി ചെയ്തു, 20 കൊല്ലം ജോലി ചെയ്തു, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, മറ്റോ കുറെ ഉണ്ടാക്കിയല്ലോ. നിനക്ക് ആലോചിക്കുമ്പോൾ പിശാച്ച് വെറുതെ മനസ്സിന്റെ ഉള്ളിൽ അസൂയകൾ ഉണ്ടാക്കി തരും. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവര്, പ്രത്യേകിച്ച് ബാച്ചിലർ റൂമിലൊക്കെ ആവുമ്പോഴേ അങ്ങനെ സംസാരം, ഓന്റെ കയ്യിൽ ഇപ്പൊ എത്രയാ ശമ്പളം, ഓനിപ്പോ കൂടിയോ, പടച്ചറബ്ബ എന്റെ മുതലാളി എന്തോ ഒരു പിഷ്കന, 5-10 കൊല്ലമായിട്ട് എനിക്ക് 100 രൂപ വരെ കൂട്ടിയിട്ടില്ല. ഇവൻ പറയാം, അവൻ പറയാം എനിക്ക് ഓരോ കൊല്ലം 500 കൂടാണ്. യാ റബ്ബേ, ഇവന്റെ ഇടങ്ങേർ എത്രയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഈനു അലാ ഖളാഇ ഹവായിജുക്കും ബിൽ കിത്മാൻ. ചില വിഷയങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ സഹായം തേടണം എന്നാണ്. മറച്ചു വെക്കണം, മുഴുവൻ പറഞ്ഞു കൊടുക്കണ്ടാണ്. പറഞ്ഞു കൊടുക്കാൻ തന്നെ ആൾക്കാർ പെരുപ്പിച്ച് പറയും. മനുഷ്യന്മാരെ പെരുപ്പിച്ച് നമ്മൾ പൂച്ചു വെക്കുന്ന സംഗതി തന്നെ ആളുകൾ എന്ത് ചെയ്യും, നാട്ടുകാരൊക്കെ പെരുപ്പിച്ച് പറയും. എനിക്ക് ഇന്ത്യയുടെ അനുഭവം കണ്ടുണ്ട്, ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തോ ഇവിടുത്തെ ശമ്പളം പറഞ്ഞിട്ട് ഒരാളെ സംഖ്യ, യാ റബ്ബ് ഇത്രയൊക്കെ കിട്ടാടുമ്പോ ഞാൻ എവിടെ എത്തിപ്പോയെന്ന് ഞാൻ തന്നെ ആഗ്രഹിച്ചു പോയി. നാട്ടിൽ ചെന്നപ്പോ പറയാ, നാട്ടില് അങ്ങനെയാണല്ലോ, എന്തോ വലിയ സംഖ്യ പറഞ്ഞു. അപ്പൊ അത്രയൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. അപ്പോ ഇസ്തഈനു അലാ ഖളാഇ ഹവായിജുക്കും ബിൽ കിത്മാൻ, മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ സഹായം തരണമെന്ന്. ചില വിഷയങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കണ്ട. ഓഫർ ലെറ്റർ കിട്ടുമ്പോഴേക്കും കിട്ടിയിട്ടോ, ഞാൻ ഇനി കയറാൻ പോണത് എമിറേറ്റ്സിലാണ്, പൈലറ്റായിട്ട് കയറാൻ പറയാൻ നിൽക്കണ്ട, എന്ത് ചെയ്താൽ മതി, കിട്ടിയിട്ട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എന്റെ ജോലി ഇല്ല. അപ്പോ ജനങ്ങളിൽ അസൂയ വരുന്ന, അസൂയ ഉണ്ടാവും. ഒന്നുമില്ല, ഈ പ്രത്യേകിച്ച് ദാരിദ്ര്യം വലിയ കഷ്ടപ്പാടൊക്കെ ഉള്ള ആളുകളാവുമ്പോഴേ വലിയ വിഷമം കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് അസൂയ കലർന്നുള്ള നോട്ടങ്ങളാണെങ്കിൽ അതിലൊക്കെ വലിയ അപകടങ്ങളും സംഭവിക്കും. അങ്ങനെ ഉള്ള നല്ല നിലയിലുണ്ടായിരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്നതും ജോലി പിരിച്ചുവിടലും, ഒരുപാട് ആളുകളെ പിരിച്ചുവിടേണ്ട ഗതിയാണ്. ആരും പിരിച്ചുവിട്ടില്ല, ഇയാളെ 1-2 ആൾക്കാരെ മാത്രം പിരിച്ചുവിട്ടു. പടച്ച റബ്ബേ എന്താ സംഭവിച്ചത് എന്ന് തോന്നിപ്പോവും. അല്ലെങ്കിൽ ഭയങ്കരമായി തകർച്ചകൾ സംഭവിക്കുന്നു. ഇതിലൊക്കെ നമ്മൾ മനുഷ്യന്മാരുടെ അസൂയകൾ ഇടപെട്ടിട്ടുണ്ടോ എന്ന് പേടിക്കണമെന്നാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ണിന് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങൾ ഉണ്ടായാൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം മാഷാ അല്ലാഹ് എന്ന് പറയണം. മഹാനായ ഹിശാം ഇബ്നു ഉർവ റളിയല്ലാഹു അൻഹു അൻ അബീഹി, അവരുടെ ഉപ്പയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഏത് തോട്ടത്തിൽ കയറിയാലും, ഏതൊരു തോട്ടം കണ്ടാലും, അന്നൊക്കെ അതാണ്, ഇന്നിപ്പോ ബിൽഡിംഗ് എന്ന് പറഞ്ഞ പോലെ അന്ന് തോട്ടമാണ്, കണ്ടാലും ഇഷ്ടപ്പെടുന്ന എന്ത് കണ്ടാലും, റആ ശൈഅൻ യുഅ്ജിബു, സന്തോഷമുള്ള എന്തെങ്കിലും കണ്ടാൽ, ഖാല മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇത് പറയും, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ പറഞ്ഞാൽ അതിൽ പിശാചിന്റെ ശല്യം ഉണ്ടാവില്ലെന്നാണ്. ഒരു മനുഷ്യൻ അസൂയക്കാരൻ നോക്കുന്ന, അസൂയ വെച്ച് നോക്കുന്ന ആ ഒരു നോട്ടത്തിലോ വാക്കുകളിലോ പിശാചിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് അപ്പോഴാണ് അങ്ങനെ ഉപദ്രവം ഉണ്ടാവുക. നേരെ മറിച്ച് ഈ കണ്ണേറുള്ള ആളുകൾ മുമ്പിലുണ്ടായിരിക്കെ അവരുടെ മുമ്പിൽ തന്നെ എന്തെങ്കിലും പറയും മുമ്പ് തന്നെ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹു ഖാൻ, അള്ളാഹു എന്തുദ്ദേശിച്ചുവോ അത് നടന്നു, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹ്, അല്ലാഹ് എന്താണോ ഉദ്ദേശിച്ചത് അതാണ് നടക്കുന്നത്, ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹു നൽകുന്ന കഴിവല്ലാതെ ലോകത്ത് വേറെ ഒരു കഴിവുമില്ലല്ലോ എന്ന് നമ്മളങ്ങ് പറഞ്ഞാൽ ആ മനുഷ്യന്റെ ചിന്തയിൽ അള്ളാഹുവിനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ അസൂയ ഉണ്ടാവില്ലെന്നാണ്. അസൂയ ഉള്ള ആളുകൾ പ്രത്യേകിച്ചും ഏത് വാക്കും പറയുമ്പോൾ എന്ത് പറയണം, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആവണം. നമുക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, നിങ്ങളുടെ കുടുംബത്തിലോ അയൽപക്കത്തോ നാട്ടിലോ ഒക്കെ ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല ആൾക്കാർ, അവർക്കത് അവരറിയാതെ തന്നെ അങ്ങ് പറഞ്ഞു പോകും, അതാണ് വിഷയം. ഒരു കുഞ്ഞ് ജനിച്ച് നല്ല കുട്ടി, ആ മക്കളിൽ ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞായിരുന്നു ഒരു കുട്ടി ജനിച്ച. അപ്പോ ഇത്തരത്തിലുള്ള ഒരാൾ വന്ന് നല്ല നിറവും ചെറുക്കൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പൊ കുട്ടിയൊന്നും മറ്റു കുട്ടികളൊന്നും അങ്ങനെ ഇല്ലതാനും, ചെറിയ കുട്ടിയായിരുന്നപ്പോ പറഞ്ഞു, പുല്ലിൽ വെള്ളരിക്ക കൊണ്ടുപോയി വെച്ച പോലെ ഉണ്ടല്ലോ എന്നാ പറഞ്ഞത്. ആ കുട്ടിക്ക് അങ്ങ് അസുഖം വന്നു, മുഖമൊക്കെ നിറം പോയി, ശരീരത്തിന്റെ ആ ഷേപ്പ് തന്നെ മാറിപ്പോയി. കുട്ടി തന്നെ ആ കുട്ടിയേ അല്ല. അപ്പോ ഇതിനൊന്നും ഇപ്പൊ സയൻസിന് വ്യാഖ്യാനം തരാൻ കഴിയില്ല, ഒരു മെഡിക്കൽ ഡോക്ടർമാർക്കും ഇത് അനലൈസ് ചെയ്യാനും കഴിയില്ല. അവർ എന്തോ സംതിങ് വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എന്തെങ്കിലുമൊക്കെ പുതിയ പേരിട്ട് തരും എന്നല്ലാതെ ഇത് എന്താ പരിഹാരം ഞങ്ങൾ ഇതുവരെ മരുന്നിട്ടില്ല എന്നേ പറയുള്ളൂ. കാരണം ഇത് അവർക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ ഇസ്വാബത്തുൽ ഐനാണ്.
അങ്ങനെ കാണുമ്പോൾ മാഷാ അല്ലാഹ് എന്നാണ് പറയേണ്ടത്. മാഷാ അല്ലാഹ് എന്ന് പറയണം. ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മളോട് ഇതിൽ നിന്ന് പരിഹാരം സ്വീകരിക്കാൻ പറഞ്ഞത്, അസൂയകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞത് റുഖിയ ചെയ്യലാണ്. റുഖിയ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനും പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ദുആകളും ഓതിയിട്ട് നമ്മൾ തഹസ്സുൻ ചെയ്യാന്ന് പറയാം. ഒരുതരം പ്രൊട്ടക്ഷൻ എടുക്കുക. നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ദിക്ർ ചൊല്ലുക, ഒരു വിഷയം കാണുമ്പോൾ ദിക്ർ ചൊല്ലുക, അങ്ങാടിയിലേക്ക് കയറുമ്പോൾ ദിക്റുണ്ട് അത് ചൊല്ലി, വീട്ടിലേക്ക് കയറാണ് ഇറങ്ങാണ് ദിക്ർ, വാഹനത്തിലേക്ക് കയറാണ് ദിക്ർ ചൊല്ലാനുണ്ട്, ഒക്കെ ആ ദിക്റുകൾ ചൊല്ലി അതെന്ത് ചെയ്യുക, ആ കാര്യങ്ങൾ നടത്തുക. എല്ലാ വിഷയത്തിലും മഹാനായ സാബിത്ത് റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹുവിന്റെ അരികത്തേക്ക് വരികയാണ്. അപ്പൊ അനസ് തങ്ങളോട് പറഞ്ഞു, യാ അബാ ഹംസ ഇസ്തകൈതു. സാബിത്ത് ഇബ്നു ഖൈസ് ഇബ്നു ഷമ്മാസ് റളിയല്ലാഹു അൻഹു അനസ് തങ്ങളോട് പറയാ, അനസ് എന്നവരെ എനിക്ക് വല്ലാത്ത ഏതോ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട്. അസുഖം ബാധിച്ചു. ഏത് അസുഖമാണ്, എന്താണ് കാരണം എന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ഒരു അസുഖം ബാധിച്ചിരിക്കുകയാണ്. അപ്പോ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ ഉർഖീക ബിഖുയ്യത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മന്ത്രിച്ചൂതി തന്നിരുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ മന്ത്രിച്ചൂതി തരട്ടെയോ? മന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ മെല്ലെ ചൊല്ലാണ്, അത്രയും അർത്ഥമുള്ളൂ. മന്ത്രം എന്ന് പറയുമ്പോഴേക്കും ഇസ്ലാം എന്ന് പുറത്താണ്, ഷിർക്ക ഗുഫ്ര അങ്ങനെ പറഞ്ഞുകൂടാ. റുഖിയത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള മന്ത്രം നിങ്ങൾക്ക് ഞാൻ ചൊല്ലിത്തരട്ടെയോ, മന്ത്രിച്ചൂതി തരട്ടെ, അതതിനർത്ഥം. അപ്പൊ പറഞ്ഞു നഅം ബല. അപ്പോ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗബാധിതരായി കിടക്കുന്ന ആളുകൾക്ക് റുഖിയ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബൽ ബഅസി, അങ്ങനെ ഒരു റിവായത്തിൽ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ എന്നും വന്നിട്ടുണ്ട്. റബ്ബന്നാസ് മുദ്ഹിബൽ ബഅസി ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ എന്ന് അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലിക്കൊടുത്തു. പറഞ്ഞതേ ഉള്ളൂ, സാബിത്ത് റളിയല്ലാഹു അൻഹു അസുഖം മാറുകയും ചെയ്തു. അല്ലാഹുമ്മ റബ്ബന്നാസ് മുദ്ഹിബൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. അല്ലാഹുവേ, നീയാണ് ശിഫ തരുന്നവൻ, നിന്റെ കയ്യിലാണ് ശിഫയുള്ളത്, ഒരു വേദനയോ അസുഖമോ ബാക്കിയാവാതെ പരിപൂർണമായും ശിഫ കൊടുക്കണേ ഈ സാബിത്തിന് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ചൊല്ലിക്കൊടുത്തപ്പോൾ ഉടനെ ശിഫ ലഭിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള ദിക്റുകളൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കൽ ആവശ്യമാണ്. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കുറേയേറെ വിഷയങ്ങൾ അള്ളാഹു തആല പരിഹാരം തരും. അള്ളാഹു പരിഹാരം നൽകുമാറാകട്ടെ. നമ്മിൽ ഒരാളോടും എന്ത് ചെയ്യുക, നമുക്കൊരു ദേഷ്യം തോന്നാതിരിക്കുക, അസൂയ തോന്നാതിരിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെയൊക്കെ ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഖൽബ് ശുദ്ധമാവുക. പ്രത്യേകിച്ച് നമ്മളൊരു വർക്ക് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റിൽ അവിടെ ഉള്ളത് ജോലി സംബന്ധമായി ഒരുപാട് അസൂയകൾ വരും. നമ്മൾ പാരവെപ്പ് എന്നൊക്കെ പറയും. ഈ പാരവെക്ക് എന്നൊക്കെ പറഞ്ഞാൽ അസൂയയാണ്. ഷെയ്ഖ് ഹംസ യൂസുഫ് ഒക്കെ പറയാറുണ്ട്, കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ആ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം മുതലാളിമാരോടുള്ള അസൂയയാണെന്ന്. അസൂയയിൽ നിന്ന് ഉടലെടുത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം എന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ വളരെ ദീർഘമായി തന്നെ ചർച്ച ചെയ്തു. ബേസ്ഡ് ഓൺ പ്യൂർ ഹസദ്, അസൂയ മുതലാളിമാർക്കുണ്ടായിക്കൂടാ, ഞങ്ങൾ എന്തിനാ തൊഴിലാളിമാരെ കഷ്ടപ്പെടുന്നു, അവരങ്ങനെ സൂഹിക്കേണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഈ ഒരു പരസ്പരം റൈസിസം എന്ന് പറയുന്ന രണ്ട് തട്ടുകളായി മനുഷ്യരെ കാണുന്ന രീതി. അപ്പോ അസൂയ നമുക്കുണ്ടായിക്കൂടാ. അത് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് തുടച്ചു നീക്കിയാൽ മാത്രമേ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അസൂയ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ആരും ചെയ്യരുത്. അതൊരു വലിയ വിഷയമാണ്. ഒന്നുമില്ല, മാനേജറോട് പോയിട്ട് വല്ല പറഞ്ഞു കൊടുക്കുക, ഓ മുങ്ങിക്കണം കേട്ടോ, ആ സാധു എല്ലാം ചോദിച്ചാൽ കിട്ടാത്ത നേരത്ത് ഒന്ന് പുറത്തു പോയി ഓടി വന്നായി. അപ്പൊ എന്തെങ്കിലും കുഴപ്പങ്ങൾ, ഇബ്ലീസ് മനുഷ്യന്റെ കൂടെ ഉണ്ട്, അതാണ് വിഷയം. എന്തെങ്കിലും ഒരു വിഷയം നടക്കുമ്പോഴേക്കും ഇപ്പുറത്ത് പോയി കൊളത്തി കൊടുക്കുക. എന്തിനെന്നറിയോ, ഇയാൾക്ക് മറ്റേയാളെക്കാളും സ്ഥാനം കിട്ടാനും പ്രമോഷൻ എനിക്ക് കിട്ടണം, മറ്റവന് കിട്ടരുത്. അള്ളാന്റെ ഖലാ ഉണ്ടെങ്കിലല്ലേ നടക്കുള്ളൂ. അള്ളാഹുവിന്റെ ഖലാ അല്ലേ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു അസുഖമാണ്. പ്രത്യേകിച്ച് മലയാളികളായ നമ്മൾ ആരും ആ രീതിയിൽ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. ഞാൻ അതുകൂടെ പറയാം. നമ്മൾ പറയാറുണ്ട്, കൂടെ ജോലി ചെയ്യുന്നിടത്തൊരു മലയാളി കൂടെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ കൊണ്ടുവന്നവന്റെ ജോലി പോലെ ഉറപ്പാണ്, അല്ലെങ്കിൽ രണ്ടാളും പോകും. രണ്ടാളും പ്രശ്നമായിട്ട് എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരൊറ്റ മലയാളി ഇല്ല എന്നുള്ളതാണ്. അപ്പോ വേറെ രാജ്യക്കാരാണ്, ഇന്ത്യക്കാരും ഇല്ല, പാകിസ്ഥാനി ബംഗ്ലാദേശി ഇല്ല. അപ്പൊ പിന്നെ ഒരു സമാധാനം അങ്ങനെ തോന്നാറുണ്ട്. പഠിച്ചവന് ആ നിലക്കുള്ള ഫിത്തന വരാൻ സാധ്യതയില്ലല്ലോ. പക്ഷെ നമ്മൾ കൂടെ തന്നെ നമ്മൾ തമ്മിൽ തന്നെയുള്ള ഒരു തരം അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയാണ്. പിന്നെ ആ ഒരു കൾച്ചർ നമ്മൾ മാറ്റിയെടുക്കണം, അതാ വിഷയം. നേമറിച്ച് വേറെ സമുദായക്കാരുണ്ട്, ഒരാൾ വന്നു, രണ്ടാമത്തോനെ കൊണ്ടുവരും, മൂന്നാമത്തോനെ കൊണ്ടുവരും, നാലാമത്തോനെ കൊണ്ടുവരും, പിന്നെ അവിടുത്തെ മെജോറിറ്റി അവരാണ്.
പക്ഷെ നമ്മളെന്താ അങ്ങനെ ചെയ്യാത്ത? അങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് അൽഹംദുലില്ലാ. അപ്പോ അസൂയയിൽ നിന്നുണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് അനാവശ്യമായി മനസ്സ് വെറുതെ വേദനിക്കും. എന്തിനാ അതിന്റെ ആവശ്യം? അള്ളാഹു കൊടുത്തതാണ് അൽഹംദുലില്ലാ. ജോലിക്ക് കൊണ്ടുവന്ന ആളെ, ബിസിനസ് തുടങ്ങി കൊടുത്ത ആൾ അവസാനം ഈ കൊണ്ടുവരപ്പെട്ടവൻ പുറത്താക്കുക. അങ്ങനത്തെ അനുഭവങ്ങളുണ്ട്. ഇയാളെ കൊണ്ടുവന്നത് ഇവനാണ്, ഇവർക്ക് ജോലി വാങ്ങിച്ചു കൊടുത്ത ഇയാളാണ്, ഇയാൾക്ക് സാലറി കൂട്ടി കൊടുത്തത് ഇയാളാണ്. അങ്ങനത്തെ ഒരു മനുഷ്യനെ ഇവർ സംഘം കൂടിയിട്ട് ഇയാളെ പുറത്താക്കുക, എന്നിട്ട് അയാളുടെ സ്ഥാനം കൈവെക്കാൻ. ഇങ്ങനെയൊക്കെയുള്ള പൈശാചികത ഈ ജോലി ചെയ്യുന്ന ലോകത്തുണ്ടാവും. നാട്ടിൽ പത്രം ഉണ്ടായിക്കൊള്ളുന്നില്ല, ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പ്രത്യേകിച്ചും അങ്ങനെ കാണും. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള സഹായം ഉണ്ടാവും. നമ്മൾ ആരുടെയും ജോലി നഷ്ടപ്പെടാൻ കാരണമാവരുത്, നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ കാരണമാവരുത്. ഒരു കുടുംബമാണ് ജീവിക്കുന്നത്, ഒരു കുടുംബമാണ് സർവൈവ് ചെയ്യുന്നത്. അപ്പൊ അത്തരം കുടുംബത്തിന്റെ മുഴുവൻ വഴിയാണ് നമ്മൾ അടച്ചു കളയുന്നത്. നമ്മളിന്ന് ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ് ആ വഴിക്ക് നമ്മുടെ മനസ്സുകളെ ശുദ്ധമാക്കുക. അല്ലാഹു തആല ശുദ്ധിയാക്കി തരുമാറാവട്ടെ. ചില സമയം വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചില സംഭവങ്ങളൊക്കെ അതിനെ സംബന്ധിച്ചുകൊണ്ട് ഇമാം ഷാബി ജോലി സംബന്ധമായിട്ട് വരുന്ന ചില അസൂയകളുടെ ചില കഥകളും ചില രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം വൈകിയത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബ് ശുദ്ധമാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം ശുദ്ധമാവുകയും ഇൽമ് ലഭിച്ചവരോടും ഈമാനും തഖ്വയുമുള്ളവരോടുമുള്ള ഗീബത്ത് അവരെ പോലെ ആകണം എന്ന ആഗ്രഹം അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ അവരെ പോലെ ആക്കിത്തരട്ടെ. നമുക്ക് അള്ളാഹു തആല ഇൽമും അമലും അവന്റെ പൊരുത്തത്തിലുള്ള ഐശ്വര്യവും അള്ളാഹുവിന്റെ ഹലാല് കൊണ്ടുള്ള സമ്പാദ്യവും അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ കച്ചവടങ്ങൾ അള്ളാഹു വിജയിപ്പിക്കട്ടെ. ജോലിയിൽ അള്ളാഹു ബർക്കത്ത് തരട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹുവിന് ശിഫ കൊടുക്കണേ. പടച്ചവനെ അള്ളാഹു ഈ ദാറുന്നൂർ എന്ന സ്ഥാപനം ഇതിനു വേണ്ടി അധ്വാനിച്ചവർ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്കൊക്കെ സർവ്വലോകത്തെയും ഖൈർ നീ കൊടുക്കണം തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ദീനിന്റെ ഉയർച്ചക്കും ഉലമാഇന്റെ അഭിവൃദ്ധിക്കും ഈ സമൂഹത്തിന്റെ ദഅവത്തിനെ ശക്തിപ്പെടുത്താനും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, ഉസ്താദുമാർക്ക്, അതിന്റെ പ്രവർത്തകന്മാർക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവേ നീ അവർക്കൊക്കെ നിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ഒരു ഓഹരി കൊടുക്കണം തമ്പുരാനെ. അതിനൊക്കെ സഹായിക്കാൻ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാ രീതിയിലും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം നമ്മൾ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹുവേ നീ ഞങ്ങളോട് പൊരുത്തപ്പെടണേ തമ്പുരാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള മോശപ്പെട്ട ചിന്തകളെ നീ ഇല്ലാതെയാക്കി തരണേ തമ്പുരാനെ. ഖൽബിന്റെ ഉള്ളിൽ ഒരാളോടും ഒരു അസൂയയോ ഒരു പകയോ ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഇല്ലാതെ നാളെ നിന്റെ മുമ്പിൽ സുരക്ഷിതമായ ഹൃദയവുമായി കടന്നു വരാനുള്ള ഭാഗ്യം നീ തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സ്നേഹിതന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, ഞങ്ങളുമായി ഇൽമിനുമായി ദീനുമായി ബന്ധമുള്ളവർ, ഞങ്ങളുടെ സുഹൃത്തുക്കളും സഹകാരികളുമായവർ, നാട്ടുകാരും സാധാരണക്കാരും മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളുമായി ഞങ്ങളുടെ പരിചയക്കാർ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണം തമ്പുരാനെ. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്കൊക്കെ നീ തരണേ തമ്പുരാനെ. ഞങ്ങൾ ആരെല്ലാം വിഷമത്തിലും പ്രയാസത്തിലുമാണോ അവരുടെ പ്രയാസങ്ങളൊക്കെ നീ നീക്കി കൊടുക്കണേ തമ്പുരാനെ. ആരെല്ലാം എന്തെല്ലാം ബുദ്ധിമുട്ടിലുണ്ടോ ആ ബുദ്ധിമുട്ടുകൾ നീ നീക്കണേ റഹ്മാനെ. അസൂയ കൊണ്ടും കണ്ണേറുകൊണ്ടും സിഹറുകൊണ്ടും ഒക്കെ പ്രയാസത്തിലുള്ള ആളുകളുണ്ട് തമ്പുരാനെ. അവരുടെയൊക്കെ പ്രയാസങ്ങൾ اللهم بحق هذه الليلة المباركة بحق هذا المجلس العظيم അല്ലാഹു നീ അവർക്ക് ഫറജിന്റെ വഴി തുറന്നു കൊടുക്കണേ തമ്പുരാനെ. എല്ലാ വിഷമങ്ങളും നീക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾ ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഖൈറായ ജോലി കൊടുക്കണേ തമ്പുരാനെ. കച്ചവടത്തിൽ നഷ്ടം വന്നവർക്ക് നീ പകരം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും കടബാധ്യതകൾ വിടാനുള്ള വഴികൾ എളുപ്പമാക്കി തരണേ റഹ്മാനെ. ഞങ്ങളുടെ സഹോദരിമാർ വിവാഹപ്രായം എത്തിയവർക്ക് യോജിച്ച വിവാഹ ബന്ധങ്ങൾ നീ കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് കൺകുളിരുമുള്ള മക്കളെ കൊടുക്കണേ അള്ളാഹു. ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിക്കുന്ന ഓരോ സെക്കൻഡും നന്മ വർദ്ധിക്കുവാനും തിന്മകൾ പൊറുക്കപ്പെടാനും നിമിത്തമാക്കണേ ഞങ്ങൾ അറിയാതെയും അറിഞ്ഞും ഒറ്റക്കും കൂട്ടമായും രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാ തെറ്റുകളും നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹു നാളെ നിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ അല്ലാഹു ഞങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടി തരണേ തമ്പുരാനെ. ബിഹഖ് സയ്യിദുൽ കൗനൈനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. صلي على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته. ಎಲ್ಲರೂ ಒಂದು 2 ನಿಮಿಷ ಕೂತ್ಕೊಳ್ಬೇಕು. ಒಂದು 2 ನಿಮಿಷ ವೋಟ್ ಆಫ್ ಥ್ಯಾಂಕ್ಸ್ ಇದೆ. ಆ ಬಳಿಕ ಮೆಂಬರ್ಶಿಪ್ ಫಾರ್ಮ್ ಯಾರು ഫിൽഅപ്പ് ಮಾಡಿದ್ರೆ ಅದನ್ನು ഫിൽ ಮಾಡಿ കൊടുಬೇಕು. ഉസ്താദ് ഞങ്ങൾക്ക് ഭക്തി നിർഭരമായ വാളും ഞങ്ങൾ ഉപദേശം തന്നു. ഉസ്താദിന്റെ ദുആ ഉണ്ട്.
ಎಲ್ಲರಿಗೂ ಭಕ್ಷಣത്തിന് ಅರೇಂಜ್ಮೆಂಟ್ ചെയ്തിട്ടുണ്ട്. ಫುಡ್ಡಿന്റെ ಅರೇಂಜ್ಮೆಂಟ್, ಊಟದ ವ್ಯವಸ್ಥೆ ಮಾಡಲಾಗಿದೆ. ಎಲ್ಲರಿಗೂ ಪಾರ್ಸಲ್ ಕೈಯಲ್ಲಿ ಕೊಡಲಾಗುವುದು ಎಂದು 2 ನಿಮಿಷ ಪ್ಲೀಸ್, 2 ನಿಮಿಷ ಒಂದು ವಾಟ್ ಆಫ್ ಥ್ಯಾಂಕ್ಸ್ ಮಾಡಿ ನಮ್ಮ ಕಾರ್ಯಕ್ರಮ ಮುಕ್ತಾಯಗೊಳಿಸಲಾದ ಸಲಾತಿನೊಂದಿಗೆ. ಸಮೀರ್ ಇಬ್ರಾಹಿಂ ಕಲ್ಲರೆ, ನಮ್ಮ ದಾರುನು ಇದರ ಆನ್ಯುವಲ್ ಕಲ್ಚರ್ ಸಮಿತಿ 2015 ಚೇರ್ಮನ್ ಸಮೀರ್ ಇಬ್ರಾಹಿಂ ಕಲ್ಲರ್ ಅವರು ವೋಟ್ ಆಫ್ ಥ್ಯಾಂಕ್ಸ್ ಮಾಡಿದ್ದಾರೆ. ಇನ್ಶಾಅಲ್ಲಾಹ್. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹಮಾನಿರ್ ರಹೀಮ್. ಅಸ್ಸಲಾತು ವಸ್ಸಲಾಮು ಅಲಾ ಸಯ್ಯಿದಿನಾ ಮುಹಮ್ಮದ್ ವ ಅಲಾ ಆಲಿಹಿ ವಸಹ್ಬಿಹಿ ಅಜ್ಮഈನ್. ಅಮ್ಮಾ ಬಾದ್. Assalamu alaikum wa rahmatullahi wa barakatuh. On behalf of my Darun Noor Cultural Center UAE, I deemed it a great honor and privilege